ഗുഡ് ഈവനിങ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാസന്റേഷനെ കുറിച്ചും പിന്നെ സീഡിനെ കുറിച്ചും പിന്നെ ഫ്രൂട്ടിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മള് കൊറോളയെ കുറിച്ചും ആൻഡ്രീഷ്യത്തിനെ കുറിച്ചും ഗൈനീഷ്യത്തിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഗൈനീഷ്യത്തിന്റെ കുറച്ചും അകത്തേക്ക് പോയിട്ട് അതിന്റെ പ്ലാസന്റേഷൻ എങ്ങനെയാണ്. അപ്പൊ എന്താണ് പ്ലാസന്റേഷൻ? പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓവറിയുടെ അകത്ത് എങ്ങനെയാണ് പ്ലാസന്റേഡിയം ഒവ്യൂൾസിന്റെയും അറേഞ്ച്മെന്റ്, പ്ലാസന്റേഡിയം ഒവ്യൂൾസിന്റെയും അറേഞ്ച്മെന്റ് ഒരു ഓവറിയുടെ അകത്ത് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് ഡിവിഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഓവറി എന്ന് അറിയണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് മുന്നു പോയിട്ടുള്ള വീഡിയോസ് എടുത്ത് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടി നല്ല ഡെപ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ, നമുക്കിപ്പോ ഇതാണ് ഒരു ഓവറി എന്ന് സപ്പോസ് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇതാണ് എന്തെന്ന് പറയാം, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. എന്തായിരുന്നു ഇത്? ഗൈനീഷ്യം. ഓരോരുത്തർ എന്ത് പറയും? കാർപ്പൽ എന്ന് പറയും. കാർപ്പൽ. അഗ്രിഗേഷൻ എന്ന് പറയും ഗൈനീഷ്യം. ഗൈനീഷ്യം അല്ലെ? ഇതിൽ 3 പാർട്ട് ഉണ്ടായിരുന്നു. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഒപ്പം തന്നെ ഓവറി. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇതിന്റെ അകത്ത് പ്ലാസന്റെ പ്രശ്നമാണ് നമ്മൾ പഠിച്ചു. ഇതിന്റെ അകത്താണ് എന്തുള്ളത്? ഒവ്യൂൾ എന്ന് പറയുന്ന സംഭവം ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്താണ് എന്തുള്ളത്? ഇതിനകത്താണ് നമുക്ക് ഒവ്യൂൾ ഉള്ളത്. ഒവ്യൂളിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, ഒവ്യൂളിന്റെയും ഓവറിന്റെയും അറേഞ്ച്മെന്റ് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ എന്താ മനസ്സിലാക്കിയ കാര്യമാണ്. ഇനി ശ്രദ്ധിക്കാട്ടാ. അപ്പൊ ഇതെന്താണ്? ഇതാണ് എന്ന് പറയുന്നത് ഒവ്യൂൾ എന്ന് പറഞ്ഞ അല്ലെ. അപ്പൊ ഈ ഒവ്യൂളിനെ ഇവിടേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുന്നതാണ് പ്ലാസന്റ. അപ്പൊ എങ്ങനെയാണ് ഒരു ഓവറിയുടെ അകത്ത് പ്ലാസന്റയും ഒവ്യൂളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് ഡിവിഷൻ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. നമുക്ക് പറയാം. നമുക്കതില് മാർജിനൽ പ്ലാസന്റേഷൻ ഉണ്ട്, പെരൈറ്റൽ പ്ലാസന്റേഷൻ ഉണ്ട്, ആക്സിയൽ പ്ലാസന്റേഷൻ ഉണ്ട്, ഫ്രീ സെൻട്രലും ഉണ്ട്, ബേസലും ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. മാർജിനൽ പ്ലാസന്റേഷൻ ഉണ്ട്, ആക്സിയൽ പ്ലാസന്റേഷൻ ഉണ്ട്, പെരൈറ്റൽ പ്ലാസന്റേഷൻ ഉണ്ട്, ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ഉണ്ട്. മാർജിനൽ, പെരൈറ്റൽ, ഫ്രീ സെൻട്രൽ, ഒപ്പം തന്നെ ബേസൽ പ്ലാസന്റേഷൻ ഉണ്ട് കേട്ടോ. ബേസൽ. അപ്പൊ നമുക്ക് ഇത്രയും പ്ലാസന്റേഷനെ കുറിച്ച് നമുക്ക് എന്തായാലും പഠിക്കാനായിട്ടുണ്ട്. നമുക്കപ്പൊ എന്താണ് പ്ലാസന്റേഷൻ എന്ന് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഓരോന്നിന്റെയും ഫിഗർ നമുക്ക് ജസ്റ്റ് നോക്കാം. ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഏതിലേക്കാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർജിനൽ പ്ലാസന്റേഷൻ. അത് മെയിൻ ആയിട്ട് കാണുന്ന ആളുകളുടെ പേര് ആദ്യം പറയാം കേട്ടോ. അത് മെയിൻ ആയിട്ട് കാണുന്നത് ടീ പ്ലാന്റില് ബീൻസ് പോലുള്ള പ്ലാന്റ്സിലാണ് ഇത് മെയിൻ ആയിട്ട് കാണാം. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, ഒരു പയറിനെ ഒരു ബീൻസിനെ ഞാൻ രണ്ടാക്കി തിരിക്കാണ്. പോടുന്നാണ് പറയാം കേട്ടോ. ആ കവർ ഇങ്ങനെ പോടുന്ന പറയാം. അതിൽ ഓവറി, അതിനകത്തൊരു ഫ്രൂട്ട് ആണല്ലോ ഒരു പയർ, അല്ലെങ്കിൽ അതൊരു ബീൻസ് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. അത് ഞാൻ എന്താണ് നടു പുളർത്തി വെക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ പൊളിക്കുമ്പോ ഇങ്ങനെ വരും. ഇങ്ങനെ സ്ട്രക്ചർ കാണാൻ പറ്റും അല്ലെ. എന്താണ്? ബീൻസിനെ പൊളിച്ചു വെച്ചു. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് കാണാൻ പറ്റുക, ഇവിടെ നിറച്ച് എന്തുണ്ടായിരിക്കും? ഇങ്ങനത്തെ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ആയിരിക്കും അതിന്റെ അകത്ത് എന്താ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക? നമുക്ക് സീഡായിരിക്കും കാണാൻ പറ്റുക. ഒവ്യൂളിന്റെ അറേഞ്ച്മെന്റ് വരിക കേട്ടോ. സീഡായിരിക്കും. അപ്പൊ ഇതിനാണ് എന്തെന്ന് പറയാം? മാർജിൻ എന്ന് പറയാം. മാർജിൻ. ഇതില് ഈ സീഡ് ഈ മാർജിനിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, അതിനെയാണ് ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഈ പാർട്ടിനാണ് നമ്മളെന്ന് പറയാ പ്ലാസന്റ കേട്ടോ. പ്ലാസന്റ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി പീ പ്ലാന്റിലെ മാർജിനൽ പ്ലാസന്റേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മളെ ഒവ്യൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാർജിനിലാണ്. ആ ഒരു പീ പ്ലാന്റ്, നമ്മളിപ്പോ പയറൊക്കെ പൊളിക്കുന്ന സമയത്ത് ഉണക്കപ്പയറാണ് നമ്മൾ എന്ത് ചെയ്യും, തുറന്നിട്ട് ഇങ്ങനെ ഉള്ളി പൊളിച്ചിട്ട് ഫുള്ള് പയറിട്ട് ഇടുവെക്കില്ല, ഉണക്കപ്പയർ. അങ്ങനത്തെ പരിപാടി തന്നെ. അപ്പൊ പയറിന് പൊളിക്കുമ്പോ നോക്കുക, പയറിന്റെ മാർജിനിലേക്ക് ആയിരിക്കും എന്താ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഒവ്യൂൾസ് അല്ലെങ്കിൽ സീഡ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒവ്യൂൾ ആണല്ലോ പിന്നീട് സീഡായിട്ട് മാറുന്നത്. നിങ്ങൾക്കറിയാം ഓവറി ആണല്ലോ പിന്നീട് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർജിനൽ പ്ലാസന്റേഷൻ പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? പി ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു, ബീൻസ് ഉണ്ടായിരുന്നു. അടുത്തതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആക്സിയൽ പ്ലാസന്റേഷൻ. ആക്സിയൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നാരങ്ങ നടുമുറിച്ച് എങ്ങനെ കാണാൻ പറ്റുക? ഒരു നാരങ്ങ നടുമുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതൊരു നാരങ്ങ സപ്പോസ് വിചാരിക്കുക, നാരങ്ങ നടുമുറിച്ചു. നാരങ്ങ കാണാൻ പറ്റുക സെന്ററിൽ ഇങ്ങനെ കുറെ സെറ്റുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കുറെ സെറ്റുകൾ കാണാൻ പറ്റും അല്ലെ? ഇങ്ങനെ കുറെ സെറ്റുകൾ കാണാൻ പറ്റും. ഒപ്പം തന്നെ ഇവിടെ ആയിരിക്കും എന്തിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കാം? സീഡിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കാം. ഇങ്ങനെയായിരിക്കും സീഡിന്റെ അറേഞ്ച്മെന്റ് വരിക അല്ലെ? ഇവിടെ ആയിരിക്കും സീഡിന്റെ അറേഞ്ച്മെന്റ് വരിക. ഓക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ആക്സിയൽ പ്ലാസന്റേഷൻ എന്ന് പറയാം. അത് സിമ്പിൾ ആയിട്ട് ഹയർ സെക്കൻഡറിക്ക് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു ഇതിന്റെ ഫ്രൂട്ടിന്റെ ആക്സിസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനെ ആക്സിയൽ പ്ലാസന്റേഷൻ എന്ന് വിളിക്കുന്നു. സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിൽ നിന്നാണല്ലോ ഇത് ഉണ്ടായത്. ഒരു ഫ്ലവറിന്റെ ഗൈനീഷ്യത്തിന്റെ ഓവറി ഡെവലപ്പ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ടാണ് ഈ ഫ്രൂട്ട് ഉണ്ടായത് അല്ലെ? ഒരു ഓവറിന് സ്റ്റിഗ്മയിലേക്ക് എന്ത് വന്നു? പൊള്ളൻ ഗ്രെയിൻസ്, പൂമ്പൊടി വന്നു. അത് പയ്യെ സ്റ്റൈലിലൂടെ വന്നു ഒവ്യൂളായിട്ട് എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്തു, ഫ്രൂട്ടായിട്ട് മാറി. അങ്ങനെയാണ് അതായത് സീഡായിട്ട് മാറി. അപ്പൊ എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അത് സീഡായിട്ട് മാറി, പുറത്ത് ഓവർ എഗ് ആയിട്ട് മാറി, ഫ്രൂട്ടായിട്ട് മാറി കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ പൊള്ളൻ ഗ്രെയിൻസും എഗും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഈ സീഡ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ആക്സിയൽ പ്ലാസന്റേഷനില് മൾട്ടി കാർപ്പിലറി അല്ലെങ്കിൽ പോളികാർപ്പിലറി ആയിരിക്കും. ഒപ്പം തന്നെ സിങ്കാർപ്പസ് ആയിരിക്കും കേട്ടോ. സിങ്കാർപ്പസ്. നമ്മൾ ഈ പേരുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാട്ടോ. ഞാൻ എങ്കിലും പറയാം. പോളികാർപ്പിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് പ്രസന്റ് ആയിരിക്കും. മൂന്നിൽ കൂടുതൽ കാർപ്പൽസ് പ്രസന്റ് ആയിരിക്കും. മൂന്നിൽ കൂടുതൽ കാർപ്പൽസ് പ്രസന്റ് ആയി നമ്മൾ എന്ത് പറയാ? പോളികാർപ്പിലറി എന്ന് പറയും കേട്ടോ. സിങ്കാർപ്പസ് എന്ന് പറഞ്ഞാൽ മൂന്നിൽ കൂടുതൽ കാർപ്പൽസ്. എത്ര കാർപ്പൽസ്? 2 കാർപ്പൽ ആയാലും 2 കാർപ്പൽ അല്ലെങ്കിൽ 2 എന്തായിരിക്കും? ഒരുമിച്ചായിരിക്കും. ഇത് മൂന്നിൽ കൂടുതൽ കാർപ്പൽസ് അല്ലേ? മൂന്നിൽ കൂടുതൽ കാർപ്പൽസ് പ്രസന്റ് ആണ്. അത് മൂന്നും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അത് നമ്മൾ എന്തെന്ന് പറഞ്ഞേ? സിങ്കാർപ്പസ്. മനസ്സിലായോ? അല്ലെങ്കിൽ അപ്പോകാർപ്പസ് എന്ന് പറയും. അപ്പോ പോളികാർപ്പിലറി ആണ്, സിങ്കാർപ്പസ് ആണ്. നമ്മൾ നാരങ്ങിന് മുറിക്കുമ്പോ നമ്മൾ എടുത്ത് നോക്കിയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലത്തെ ഓരോ സെറ്റുകളുണ്ടല്ലോ അത് ഓരോ ഫ്രൂട്ടാണ്. മനസ്സിലാക്കട്ടോ? ഇത് ഓരോ ഓവറി ഡെവലപ്പ് ചെയ്ത് വന്ന ഫ്രൂട്ടാണ്. ഇത് വേറെ ഓവറി ഡെവലപ്പ് ചെയ്ത് വന്ന ഫ്രൂട്ടാണ്. മൾട്ടി അല്ലെങ്കിൽ പോളികാർപ്പിലറി ആണ്. ഒരുപാട് 1, 2, 3 4 ഞാൻ വരച്ചിട്ടുണ്ടല്ലേ? ഈ 4 4 കാർപ്പലായിരുന്നു. ആ 4 ഓവറി ഉണ്ടായിരുന്നു. മനസ്സിലായോ? ആ 4 ഓവർ ഒരുമിച്ച് സിങ്കാർപ്പസ് ആണ്. ഒരുമിച്ചിരുന്നത് കൊണ്ട് അത് ഒരു ഫ്രൂട്ടായിട്ട് മാറി. അപ്പൊ ഇത് ശരിക്കും എത്ര ഫ്രൂട്ട് ആവേണ്ടതായിരുന്നു? 1, 2, 3, 4 ഫ്രൂട്ട് ആവേണ്ടതായിരുന്നു. എന്തുകൊണ്ട്? സിങ്കാർപ്പസ് ആയതുകൊണ്ട് ഒറ്റ ഫ്രൂട്ടായിട്ട് മാറി. എവിടെയാണ് പ്ലാസന്റേഷൻ? ആക്സിയൽ പ്ലാസന്റേഷൻ ആക്സിയൽ സെന്ററിലാണ് കാണുന്നത്. ഒപ്പം തന്നെ പ്ലാസന്റ നീല കളറിലെ സാധനം കേട്ടോ. അതായത് ഈ ആക്സിൽ ഇങ്ങനെ അറ്റിന് പ്ലാസന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് എന്തിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്? ആക്സിയൽ പ്ലാസന്റേഷനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അടുത്തതാണ് പെരൈറ്റൽ പ്ലാസന്റേഷൻ. പെരൈറ്റൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തായിരിക്കും അതിന്റെ പ്ലാസന്റേഷൻ പ്രസന്റ് ആയിരിക്കും. പ്ലാസന്റ് പ്രസന്റ് ആയിരിക്കാം പുറത്ത്. അതായത് ഓവറിന്റെ ഔട്ടർ ബൗണ്ടറിയിൽ കേട്ടോ. പുറത്തുനിന്ന് ഓവറിന്റെ പുറത്തല്ല, ഓവറിന്റെ ഇന്നർ ബൗണ്ടറിയിൽ. ഓവറിന്റെ ഇന്നർ ബൗണ്ടറിയിൽ. അപ്പൊ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആക്സിയൽ എക്സാമ്പിൾ പറയാം. ഓൾ സിട്രസ് ഫ്രൂട്ട്സ്. അതായത് ഓറഞ്ചിലും അതുപോലെ തന്നെ നാരങ്ങയിലും നാരകം തീംസിലും ഒക്കെ ഇതാണ്. തക്കാളി അവർക്കൊക്കെ ഈ ആക്സിയൽ പ്ലാസന്റേഷൻ വരാം. തക്കാളിയൊക്കെ മുറിച്ച് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ മുറിച്ച് നോക്കുക. നമ്മുടെ ഓറഞ്ചും അതുപോലെ തന്നെ നാരങ്ങ മുറിച്ച് നോക്കുക. ഇപ്പൊ തക്കാളി വീട്ടിലെങ്കിൽ അതിന്റെ പൂവ് പോയി നോക്കുക. നോക്കുമ്പോ എന്ത് കാണാൻ പറ്റും? അതിന്റെ അകത്ത് എന്തിനു കാണാൻ പറ്റും? മൾട്ടി കാർപ്പലറി കാണാൻ പറ്റും. സിങ്കാർപ്പസ് ആണെന്ന് കാണാൻ പറ്റും അല്ലെ? ഒരുപാട് കാർപ്പൽസ് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ കൂടി ഒരുമിച്ച് ഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഇനി തക്കാളി ആയാലും നാരങ്ങ ആയാലും പിഴിയുമ്പോ ആലോചിക്കാം. ഇത് ഒരു ഫ്രൂട്ട് ശരിക്കും പറഞ്ഞ ഒരു ഫ്രൂട്ട് ആണെങ്കിലും 3, 4 കാർപ്പൽസ് ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിട്ട് സിങ്കാർപ്പസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ബയോളജി അത്രയേ ഉള്ളൂ. അതാണ് പെരൈറ്റൽ പ്ലാസന്റേഷൻ. പെരൈറ്റൽ പ്ലാസന്റേഷൻ എക്സാമ്പിൾ ആണ് കുക്കുംബർ.
കുക്കുംബർ. കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുക്കുംബറിന് ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, നടുവീന്ന് അങ്ങോട്ട് മുറിച്ച് കാണിച്ചു തരാം. മനസ്സിലായോ? അതായത് ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ. അപ്പൊ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? സെന്ററിൽ ഒരു പില്ലർ പോലെ ഉണ്ടായിരിക്കും. അവിടെ നിറച്ച് എന്ത് പ്രസന്റ് ആയിരിക്കും? നിറച്ച് ഇങ്ങനെ സീഡ്സ് പ്രസന്റ് ആയിരിക്കും അല്ലെ? നമ്മളൊക്കെ കുക്കുംബർ കഴിച്ചിട്ടുള്ള ആളുകളാണ്. ഇനി കുക്കുംബർ വാങ്ങിക്കുമ്പോ കഴിക്കുമ്പോ കുറച്ചും കൂടി ഡെപ്തില് മനസ്സിലാക്കിയിട്ട് കഴിക്കാട്ടോ. അപ്പൊ കുറച്ചുകൂടി രസകരമായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചതിനേക്കാൾ മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കണം വെച്ചാലേ, പെരൈറ്റൽ പ്ലാസൻ ഇത് കാണുമ്പോ നമ്മൾ വിചാരിക്കും അല്ല സാറേ ഇത് ആക്സിയൽ പ്ലാസന്റേഷൻ അല്ലേ. ശരിക്കും ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ ക്രോസ് സെക്ഷൻ എടുക്കണം. അതായത് ഇങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെയാണ് കട്ട് ചെയ്തത് അല്ലെ, ഇനി ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ക്രോസ് സെക്ഷൻ ഒന്ന് വരയ്ക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 3 പ്ലാസന്റ് ആണ് ശരിക്കും അതിന് ഉണ്ടായിരിക്കാം. ആ ഒരു പ്ലാസന്റ് ഇവിടെ ആയിരിക്കും, വേറെ പ്ലാസന്റ് ഇവിടെ ഉണ്ടായിരിക്കും, വേറെ പ്ലാസന്റ് ഇവിടെ ആണെന്ന് നമുക്ക് വിചാരിച്ചു. 3 പ്ലാസന്റ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കാം. ഈ പ്ലാസന്റ എന്ത് ചെയ്യുന്ന വെച്ചാലേ, ഈ പ്ലാസന്റ പയ്യെ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരും. മനസ്സിലായോ? ഇങ്ങനെ വരുന്നത് കൊണ്ട് അമ്മട്ട് എന്തുണ്ടാവും, ഇതിന് ചുറ്റും എന്തുണ്ടാവും, നിറച്ച് ഓവ്യൂൾസ് ഉണ്ടാവും. അപ്പോ ബോട്ടണി പഠിക്കാത്ത ഒരാൾ നോക്കുമ്പോ എന്താ മനസ്സിലാവുക, ഈ സെന്ററിലുള്ള മൊത്തം സീഡ്സും കാണണേ. അപ്പൊ അതെന്തായിരിക്കും, ഒന്നില്ലെങ്കിൽ ഫ്രീ സെന്ററിലായിരിക്കും അല്ലെങ്കിൽ ആക്സിയലായിരിക്കും എന്ന് തോന്നും. പക്ഷെ ശരിക്കും ഇതെന്താണ്, പെരൈറ്റലാണ്. ശരിക്കും കുക്കുംബറിന്റെ പ്ലാസന്റേഷൻ പെരൈറ്റലാണ്. പ്ലാസന്റ എന്ന് പറഞ്ഞാൽ എന്താ, ഒവ്യൂളിനെ ഓവറിയിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുന്ന സംഭവം. നോക്കിയേ, പ്ലാസന്റ ശരിക്കും എന്താണ്, പെരൈറ്റലാണ്, പുറത്താണ് കാണുന്നത്. അതായത് ഓവറിന് ഇന്നർ ബൗണ്ടറിയിലാണ് കാണുന്നത്. പക്ഷേ അതിനൊരു ഡെവലപ്മെന്റ് ഔട്ട് ഗ്രോത്ത് പോലെ വന്നിട്ട് സെന്ററിലേക്ക് കൊണ്ടുപോയി ഒവ്യൂള് പ്ലേസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതെന്താണ്, ഇത് എക്സാമ്പിൾ ഫോർ എന്താണ്, പെരൈറ്റൽ പ്ലാസന്റേഷൻ. കുക്കുംബർ ആണ് പെരൈറ്റൽ പ്ലാസന്റേഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളതാണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിലോക്കുലർ ആണ്. മെയിൻ ഡയാന്തസ് പോലത്തെ പ്ലാന്റ്സിലാണ് കാണുക. ഒന്നുമില്ല, സിമ്പിൾ ആണ്. സെന്ററില് ഒരു പില്ലർ പോലെ ഉണ്ടായിരിക്കും. ആ പില്ലറിന് ചുറ്റും എന്തുണ്ടായിരിക്കും, ആ പില്ലറിന് ചുറ്റും ഇങ്ങനെ ഓവ്യൂൾസ് പ്രസന്റ് ആയിരിക്കും കേട്ടോ. അതാണെന്ന് പറയാ ഫ്രീ സെൻട്രൽ എന്ന് പറയാം. അപ്പൊ പെരൈറ്റൽ തെറ്റില്ല, പുറത്താണ്. പക്ഷെ ഈ ആക്സിയലും ഫ്രീ സെൻട്രലും തെറ്റാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാക്കുക, ആക്സിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു, സെപ്റ്റക് ആണെന്ന് നമ്മൾ സാധാരണക്കാർ പറയും. നമ്മളെന്താ പറയാ, അത് മൾട്ടി കാർപ്പലറി ആണ് അല്ലെങ്കിൽ പോളി കാർപ്പലറി ആണ്, സിങ്കാർപ്പസ് ആണ്. അതുകൊണ്ടാണ് സെപ്റ്റം എന്ന് നമുക്കറിയാം. അത് 4 ഉണ്ടെങ്കിൽ 4 ഓവറാന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇത് തെറ്റില്ല. ഫ്രീ സെന്റർ എന്ന് പറഞ്ഞാൽ യൂണിലോക്കുലാർ ആണ് എന്ന് പറഞ്ഞാൽ ആദ്യം സെപ്റ്റകൾ ഒന്നും കാണില്ല. സെപ്റ്റകൾ കാണുന്നില്ലെങ്കിൽ അത് ഫ്രീ സെൻട്രൽ ആയിട്ടും, സെപ്റ്റകൾ കാണുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, മറ്റേ പ്ലാസന്റേഷൻ ആയിട്ട് മാറും, ആക്സിയൽ പ്ലാസന്റേഷൻ ആയിട്ട് മാറും കേട്ടോ. ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാ തന്നെ, ഡയാന്തസ് വരുന്നുണ്ട്, ഒപ്പം തന്നെ പ്രൈംറോസ് വരുന്നുണ്ട് കേട്ടോ. ഡയാന്തസ് വരുന്നുണ്ട്, പ്രൈംറോസ്. ഇത് രണ്ടുമാണ് എക്സാമ്പിൾ. ഡയാന്തസ് ഭംഗിയുള്ള ഒരു പൂവാണ്. ഞാൻ വരച്ചലമാക്കുന്നില്ല, നിങ്ങൾ നോക്കാട്ടോ. ഏകദേശം ഇങ്ങനെ ഇലകളായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പൂവാണ്. ഇങ്ങനെയൊക്കെ ഏകദേശം വരിക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂട്ടോ. ഞാൻ ഇതിൽ സ്ലൈഡിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ഇതാണെന്ന് പറയുന്നത് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. അപ്പൊ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരെണ്ണം ബാക്കിയുള്ളതാണ് ബേസൽ പ്ലാസന്റേഷൻ. ബേസൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിന്റെ ബേസിലായിരിക്കും അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കാം. ഒരു പ്ലാന്റിന്റെ ബേസിൽ, അതെ സൺഫ്ലവർ, അതുപോലെ തന്നെ നമ്മുടെ മേരിഗ്ലോ, നമ്മുടെ അതായില്ലേ ചെണ്ടുമല്ലി, അതുപോലെ തന്നെ സൺഫ്ലവറിന്റെ ഒക്കെ അറേഞ്ച്മെന്റ് അങ്ങനെയാണ് ഏകദേശം വരിക. സൺഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ, അതായത് നമ്മളിപ്പോ ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബേസിലായിരിക്കും അതിന് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും കേട്ടോ. ബേസിലായിരിക്കും. എപ്പോഴത്തെ നമ്മളിപ്പോ ഓവ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബേസിൽ
ബേസിലായിരിക്കും അതിന് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷനിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ ക്രോസ് സെക്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വട്ടം പോലെ കാണാൻ പറ്റും, പ്ലാസന്റെ ജസ്റ്റ് വട്ടം പോലെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അടിയിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ബേസലിലായിരിക്കും അതിന്റെ പ്ലാസൻ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ എന്തൊക്കെ പറഞ്ഞേ, സൺഫ്ലവറും വരുന്നുണ്ട്, അതുപോലെ തന്നെ മെരിഗോൾഡ് വരുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഇത് ഡിറ്റിയാണ് കേട്ടോ. സൺഫ്ലവർ ഉണ്ട്, മെരിഗോൾഡ്. ഇനി നമുക്ക് ഒരു പ്ലാസന്റേഷൻ കൂടി പഠിക്കണം. അത് സൂപ്പർഫിഷ്യൽ പ്ലാസന്റേഷൻ എന്ന് പറയാം കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാം, മാർജിനല്, ആക്സിയല്, പരൈറ്റല്, ഫ്രീ സെന്ററില്, ബേസല്. ഇനി സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്ന ഒരു പ്ലാസന്റേഷനും കൂടി നമ്മൾ മനസ്സിലാക്കിയിരുന്നോളൂ കേട്ടോ. സൂപ്പർഫിഷ്യൽ ഒരുപാട് നമ്മൾ കുറച്ച് പഠിക്കാം. ഞാൻ സൂപ്പർഫിഷ്യൽ കൂടി പറഞ്ഞുതരാം. സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാലേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്ലാസന്റേഷൻ ആണ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ മറ്റേ ആക്സിയൽ പറഞ്ഞില്ലേ, മൾട്ടി കാർപ്പില്ലറി, അതുപോലെ തന്നെ സിങ്കാർപ്പസ്, അതുപോലത്തെ സെറ്റപ്പാണ് വരുന്നത്. നമ്മൾ എന്താണ്, ഒരു ഓവർ എടുത്ത് ക്രോസ് സെക്ഷൻ നോക്കാണ്, ഒരുപാട് ലോക്യൂൾസ് അല്ലെങ്കിൽ ഒരുപാട് സെക്ടകൾ കാണാൻ പറ്റും നമുക്ക് ഇതിൽ കേട്ടോ. ഒരുപാട് സെക്ടകൾ കാണാൻ പറ്റും, ഒരുപാട് സെക്ടർ കാണാൻ പറ്റും, ഒരു വീല് പോലെ. ആക്സിയലിൽ എങ്ങനെയായിരുന്നു, സെന്ററിൽ പ്ലാസന്റ വന്നിട്ട് ഇവിടെ ആയിരുന്നു എന്ത് കണ്ടിരുന്നത്, നമ്മുടെ നാരങ്ങയിലൊക്കെ എന്ത് കണ്ടിരുന്നത്, നമ്മുടെ സീഡ് അല്ലെങ്കിൽ ഒവ്യൂൾ കണ്ടിരുന്നത്. പക്ഷേ സൂപ്പർഫിഷ്യൽ പ്ലാസന്റേഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്ലാസന്റ ഇത് ചുറ്റിങ്ങനെ കാണും. സൂപ്പർഫിഷ്യൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലാസന്റ ഇങ്ങനെ കാണും. ഇതാണ് സൂപ്പർഫിഷ്യൽ പ്ലാസന്റേഷന്റെ പ്രത്യേകത കേട്ടോ. ചുറ്റും പ്ലാസന്റ കാണും. അത് മാത്രമല്ല ഈ പ്ലാസന്റേം ഒക്കെ എന്തുണ്ടായിരിക്കും, ഒവ്യൂൾ ഉണ്ടായിരിക്കും. അപ്പൊ സീഡുകൾ നിറച്ചിങ്ങനെ പ്രസന്റ് ആയിരിക്കും. മനസ്സിലായല്ലോ. ഇതിന് എക്സാമ്പിൾ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് വാട്ടർ ലില്ലി കേട്ടോ. വാട്ടർ ലില്ലി ആണ് ഇതിന്റെ എന്ത് വരുന്നത്. ഞാൻ എല്ലാം വരയ്ക്കുന്നില്ല, എല്ലാത്തിനും അങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ലില്ലി. അപ്പൊ നമ്മുടെ കഴിഞ്ഞു പ്ലാസന്റേഷൻ നമ്മള്. അപ്പോ പാക്സിയല്, പരൈറ്റല്, ഫ്രീ സെൻട്രല്, ബേസല് ആൻഡ് സൂപ്പർഫിഷ്യൽ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും ഏതാണ് എക്സാമ്പിൾ എന്ന് വെച്ച് പഠിക്കട്ടെ. അപ്പൊ എക്സാമ്പിൾ പി, നമ്മളെ പയറ് കാണാത്തതല്ല, നാരങ്ങ കാണാത്തതല്ല, കുക്കുംബർ കാണാത്തതല്ല, ഡയാന്തസ് മാത്രമാണ്. ജസ്റ്റ് വീട്ടിൽ പല വീടുകളിലും ഡയാന്തസ് ഉണ്ട്. സൺഫ്ലവർ, അതായത് നമ്മുടെ മേരിഗോൾഡ് കാണാത്തതല്ല. വാട്ടർ ലില്ലി നെറ്റിൽ നോക്കാം കേട്ടോ. വാട്ടർ ലില്ലി പല പല വീട്ടിലുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി ഉറപ്പിച്ച് മൈൻഡിൽ വെക്കുക. കാരണം എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ ഡൗട്ട്സ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്യാം, മനസ്സിൽ ഉറപ്പിച്ച് വെക്കാം. അപ്പൊ നമ്മുടെ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ശരിക്കും ഫ്ലവർ എന്ന് പറഞ്ഞ ടോപ്പിക് ഏകദേശം മുഴുവനായിട്ടും കഴിഞ്ഞു. ഫ്ലവറിനെ കുറിച്ച് കാലിക്സ് എന്താണ്, കൊറോള എന്താണ്, ആൻഡ്രീഷ് എന്താണ്, ഗൈനീഷ് എന്താണ്, അങ്ങനത്തെ കംപ്ലീറ്റ് ടോപ്പിക്സ് എന്തെങ്കിലും നമ്മുടെ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ. നമുക്ക് ഇനി അതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളതുണ്ടെങ്കിൽ അതിന്റെ ഇൻഫ്ലോറസൻസ് ആയിരിക്കും. അതായത് ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അതായത് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിവൈഡ് ചെയ്യാനുണ്ട്. അതാണ് എന്ന് പറയുന്നത് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഫ്ലോറസൻസ് അപ്പൊ നമ്മുടെ ഇൻഫ്ലോറസൻസിൽ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ്, അതായത് പല ടൈപ്പ് ഫ്ലവേഴ്സ്, പല ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ്, ഒരൊറ്റ പൂങ്കുല. പൂങ്കുല എന്നാണ് ശരിക്കും ഇൻഫ്ലോറസൻസിന്റെ കറക്റ്റ് ആയിട്ട് പറയുമ്പോ പറയാട്ടോ. പൂങ്കുല നമ്മുടെ കാസിയ, ഫിസ്റ്റുല, കണിക്കൊന്ന, മുല്ല, അതൊക്കെ നമ്മൾ പൂങ്കുലയിൽ പെടും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ഇൻഫ്ലോറസൻസ് പഠിക്കാനുള്ളത് കേട്ടോ. ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവർ ഇൻ എ സ്റ്റോക്ക്. മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല് ലീഫിന്റെ കാര്യത്തില് ലീഫ്, നമ്മളൊരു ലീഫ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനെന്താ നമ്മൾ വിളിച്ചിരുന്നേ, പീറ്റിയോൾ എന്ന് വിളിച്ചു അല്ലെ. ഇതെന്ന് വിളിച്ചു, പീറ്റിയോൾ എന്ന് വിളിച്ചു. ഒരു പീറ്റിയോൾ
പീറ്റിയോൾ. ഒരു ഫ്ലവർ കൺസിഡർ ചെയ്യാണ് കേട്ടോ, ഒരു ഫ്ലവർ കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് വിളിച്ചു? പെഡിസെൽ എന്ന് വിളിച്ചു. പെഡിസെൽ അല്ലെ? അതുപോലെ തന്നെ ഒരു ഇൻഫ്ലോറസൻസ് കൺസിഡർ ചെയ്യണം. ഒരു ഇൻഫ്ലോറസൻസ് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പെഡങ്ങൾ എന്ന് വിളിക്കും. പെഡങ്ങൾ കേട്ടോ. അപ്പൊ ഈ മൂന്നെണ്ണം ഓർത്ത് വയ്ക്കാം. പീറ്റിയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഫിന്റെ ആണ്, ഒരു ഫ്ലവറിന്റെ ആവുമ്പോ എന്താവും? അത് പെഡിസൽ ആയിട്ട് മാറും. ഒരു ഇൻഫ്ലോറസൻസിന് നമ്മൾ എന്തായാലും വരും? പെഡങ്ങളായിട്ട് മാറും കേട്ടോ. ഈ കാര്യം ഓർത്ത് വയ്ക്കാം. അമ്മയാഴ്ച പഠിക്കാം. നമുക്ക് ഇൻഫ്ലോറസൻസ് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്. മൂന്നാമത്തെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? പറയാം. മൂന്നാമത്തെ ഹൈപ്പന്തോഡിയാണ്. ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ആദ്യത്തെയാണ് റെസിമോസ് ഇൻഫ്ലോറസൻസും ഉണ്ട്, സൈമോസ് ഇൻഫ്ലോറസൻസും ഉണ്ട്. റെസിമോസ് ഇൻഫ്ലോറസൻസും ഉണ്ട്, സൈമോസ് ഇൻഫ്ലോറസൻസ് ഉണ്ട്. ഈ 2 ഇൻഫ്ലോറസൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടുമുള്ള ഇൻഫ്ലോറസൻസുകളാണ് കേട്ടോ. അപ്പൊ ഇതില് റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കണിക്കൊന്നയാണ്. കണിക്കൊന്ന എങ്ങനെ വരിക? കണിക്കൊന്ന ഇങ്ങനെ വന്നു, നിറച്ച് പൂക്കൾ ഉണ്ടായിരിക്കും അല്ലെ? ഇങ്ങനെ പൂക്കൾ ഉണ്ടായിരിക്കും. പൂങ്കുല ചെറുതായി വരില്ലേ? ലാസ്റ്റ് ആവുമ്പോഴേക്കും പൂങ്കുല ചെറുതായി വരും. മനസ്സിലാക്കുക. ശ്രദ്ധിച്ചിട്ടോന്ന് അറിയില്ല, ഒരിക്കലും ഒരു പൂവില് കണിക്കൊന്ന അവസാനിക്കില്ല. കണിക്കുന്നേരെ പൂങ്കുല ഒരു പൂവിൽ അവസാനിക്കില്ല. മനസ്സിലായോ? അടുത്തതാണ് സൈമോസ്. ഒരു മുല്ലപ്പൂവിനെ ആലോചിക്കും. മുല്ലപ്പൂവിന്റെ പല ടൈപ്പ് മുല്ലകളുണ്ട്. അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതില് വ്യത്യാസം നോക്കട്ടെ നിങ്ങള്. 2 പൂങ്കലാണ്. ഇതിന്റെ ഒരു പൂങ്കല പ്രത്യേകത എന്താ? ഇവിടെയൊക്കെ വലിയ വലിയ ഫ്ലവേഴ്സ്, അടിയിലേക്ക് വരുന്നോറും എന്താണ്? ചെറിയ ഫ്ലവേഴ്സ്. അപ്പൊ നമ്മൾ എന്ന് പറയും ഓൾഡർ ഫ്ലവേഴ്സ് എവിടെയാ കാണുന്നേ? ഇതാണ് ഓൾഡർ അല്ലെ? ഇതാണ് ഓൾഡർ. ഇതെന്താണ്? യങ്ങർ. ഇതിലേതാ? പക്ഷെ ഇതിന്റെ പ്രത്യേകത നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് ഓൾഡർ, ഇതാണ് യങ്ങർ. ഇതാണ് നമുക്ക് ഇവിടെ വരുന്ന പ്രത്യേകത കേട്ടോ. അപ്പൊ ഇതിനെ അതായത് മേലെ ഓൾഡർ, അതായത് ബേസൽ റീജിയനിൽ ഓൾഡർ ഫ്ലവേഴ്സ് ഉണ്ട്, ഇവിടെ യങ്ങർ ഫ്ലവേഴ്സ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് എക്രോപെറ്റൽ അറേഞ്ച്മെന്റ് കേട്ടോ. എക്രോപെറ്റൽ അറേഞ്ച്മെന്റ് നമ്മൾ പറഞ്ഞത്. അതായത് ഇവിടെ ഓൾഡർ ഫ്ലവേഴ്സ് ഉണ്ട്, അടിയിലേക്ക് വരുന്നു എന്താ പറയാ? യങ്ങർ ഫ്ലവേഴ്സ് വരും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് അല്ല. യങ്ങർ ഫ്ലവേഴ്സ് ബേസൽ റീജിയനിൽ വരുന്നുണ്ട്, ബേസൽ റീജിയനിൽ യങ്ങർ ഫ്ലവേഴ്സ് വരുന്നുണ്ട്, അടിയിലേക്ക് ഓൾഡർ ഫ്ലവേഴ്സ് അല്ലേ? അതിനാണ് ബേസിപ്പെറ്റൽ അറേഞ്ച്മെന്റ് കേട്ടോ. ബേസിപ്പെറ്റൽ അറേഞ്ച്മെന്റ്. അപ്പൊ നമുക്ക് അതാണ് ബേസിപ്പെറ്റൽ അറേഞ്ച്മെന്റ് പഠിക്കാനുണ്ട്. അപ്പൊ തന്നെ എക്രോപെറ്റൽ അറേഞ്ച്മെന്റും ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. അടുത്ത പോയിന്റ് എന്താ? ഇത് never terminate in a flower. ഇത് ഒരിക്കലും ഒരു ഫ്ലവറിൽ ടെർമിനേറ്റ് ചെയ്യില്ല. ഒരു ഫ്ലവറിൽ ഈ ഒരു പൂങ്കുല അവസാനിക്കില്ല. അതുകൊണ്ട് പറഞ്ഞ എന്താ? നെവർ ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ. പക്ഷെ ഇതോ ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ. ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ ആണ് സെക്കൻഡ് പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ പെടങ്ങള് കണ്ടിന്യൂസ്ലി ഗ്രോയിങ് ആണ്. ഇതിന്റെ ലിമിറ്റഡ് ഗ്രോത്ത് ആണ്. ഇതിന്റെ അൺലിമിറ്റഡ് ഗ്രോത്ത്. അത് നോക്കിയേ, നമ്മുടെ ഈ പൂങ്കുല, അതായത് നമ്മുടെ കണിക്കൊന്നേനെ പൂങ്കുല നല്ല നീളം ഉണ്ടാവും. ഇത്രയൊക്കെ നീളമുള്ള പൂങ്കുലകൾ ഉണ്ട് അല്ലെ? പക്ഷെ മുല്ലപ്പൂവിന് ഒക്കെ മാക്സിമം ഇത്രയല്ലേ വരുള്ളൂ. അപ്പൊ ലിമിറ്റഡ് ഗ്രോത്ത് ഓഫ് പെടങ്ങൾ. ഇവിടെ എന്താ പറഞ്ഞ? അൺലിമിറ്റഡ് ഗ്രോത്ത് കേട്ടോ. അൺലിമിറ്റഡ് ഗ്രോത്ത് ഓഫ് പെടങ്ങൾ. ലിമിറ്റഡ് ഗ്രോത്ത് ഓഫ് പെടങ്ങൾ. കഴിഞ്ഞു. ഇത്രയാണ് ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം. അപ്പൊ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഇന്ന പെടങ്ങളാണ്, മനസ്സിലാക്കുക. അപ്പൊ 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം റെസിമോസ് ആണ്, ഒരെണ്ണം സൈമോസ് ആണ്. റെസിമോസ് എന്ന് പറയുന്ന പ്രത്യേകത, റെസിമോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പ ആലോചിക്കുന്നത് എന്തിനാണ്? കണിക്കൊന്നതിനെ ആലോചിക്കുക. ലോങ് ആണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് അൺലിമിറ്റഡ് ഗ്രോത്ത് എന്ന് എഴുതുക.
പിന്നെ എന്താ പറയാ അടിയിലല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കാണാം. അപ്പൊ അതിന് എന്തെന്ന് എഴുതാം? അക്രോപ്പറ്റൽ അറേഞ്ച്മെന്റ് എന്ന് എഴുതാം. അതായത് ബേസല്ലായിരിക്കും ഓൾഡർ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും, യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലായിരിക്കും കാണുക. അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക അറിയാം, ഒരിക്കലും ഒരു ഫ്ലവറിൽ എൻഡ് ചെയ്യില്ല. ഈ പെടങ്ങള് ഒരു ഫ്ലവറിൽ എൻഡ് ചെയ്യാത്ത എന്തെന്ന് പറയും? നോട്ട് എൻഡിന്റെ ഫ്ലവർ. അത്ര തന്നെ. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈമോസ് വരും. ഇതിന്റെ അറേഞ്ച്മെന്റ് ഓൾഡർ ഫ്ലവേഴ്സ് ടിപ്പിൽ കാണും. അതിന് നമ്മൾ എന്താ പറയാ? യങ്ങർ ഫ്ലവേഴ്സ് ബാക്കില്. ബേസിക് പെറ്റൽ അറേഞ്ച്മെന്റ്. പിന്നെ ഒരു ഫ്ലവറിൽ ടെർമിനേറ്റ് ചെയ്യും. പിന്നെ ലിമിറ്റഡ് ഗ്രോത്ത് ആണ്. ഇത് നോക്കിയേ, ഭയങ്കര നീളമല്ല വരണേ. പൂങ്കുലക്ക് നമ്മുടെ കാഷ്യ ഫിസ്റ്റുലക്ക് നമ്മുടെ ഇതിന് വരെ കണിക്കൊന്നൊക്കെ വരുന്നത്. പക്ഷെ ഇതിന്റെ കേസ് ആലോചിച്ച് നോക്കിയേ, സൈമോസിൽ നമ്മുടെ മുല്ലക്ക് അധികം കൊണ്ട് വലുതായി പോലല്ലോ. അപ്പൊ ലിമിറ്റഡ് ഗ്രോത്ത് ഓഫ് പെടങ്ങൾ കേട്ടോ. മനസ്സിലാക്കുന്നത് പെഡിസല്, പീറ്റിയോള്, അതുപോലെ തന്നെ എന്താണ് പെടങ്ങൾ. മനസ്സിലായോ? പെഡിസല്, പീറ്റിയോള് ലീഫിന്റെ, പെഡിസൽ എന്തിന്റെ ആയിരുന്നു? ഫ്ലവറിന്റെ, പെടങ്ങൾ എന്തിന്റെ ആയിരുന്നു? ഇൻഫ്ലോറസൻസ് കേട്ടോ. പെഡിസല്, പീറ്റിയോള്, പെടങ്ങൾ. അത് മൂന്നും കൺഫ്യൂഷൻ ആയി പോരുത്. പീറ്റിയോൾ എന്ന് പറഞ്ഞപ്പോ എന്താണ്? ലീഫ് ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. പീറ്റിയോൾ ലീഫ്. അപ്പൊ നമ്മുടെ ആ ഒരു കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം കൂടി പഠിക്കാനുണ്ടോ? ഒരു ഇൻഫ്ലോറസൻസും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട്. സ്പെഷ്യൽ ഇൻഫ്ലോറസൻസ് ആണ് ഹൈപ്പാന്തോഡിയം എന്ന് പറയും. ഹൈപ്പാന്തോഡിയം നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ആൽമരത്തിലൊക്കെ കാണുന്ന ഇൻഫ്ലോറസൻസ് ആണ് ഹൈപ്പാന്തോഡിയം. ആൽമരത്തിൽ കേട്ടോ, ഹൈപ്പാന്തോഡിയം. സ്പെഷ്യൽ ഇൻഫ്ലോറസൻസ്, സ്പെഷ്യൽ ഇൻഫ്ലോറസൻസ് ആണ് ഹൈപ്പാന്തോഡിയം. ഹൈപ്പാന്തോഡിയം കേട്ടോ. അതാണ് എന്ത് പറയുന്നത്? നമ്മുടെ സ്പെഷ്യൽ ഇൻഫ്ലോറസൻസ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതിന്റെ ഇതിന്റെ ഒരു ഫ്ലോറൽ ആക്സിസ് സംഭവം ഉണ്ടല്ലോ, അത് ഇങ്ങനെയായിട്ട് മാറും. ഒരു ഫ്ലാസ്ക് ഷേപ്പ്ഡ് സ്ട്രക്ചർ ആയിട്ട് മാറും. നമ്മുടെ ആൽമരം കേട്ടോ, ഫൈക്ക, അതായത് നമ്മുടെ ഫൈക്കസ് വെറൈറ്റീസ്. അതായത് പീപ്പിൾ ട്രീ ആൽമരത്തിൽ കാണും. അതുപോലെ തന്നെ ഫിഗ് ട്രീയിലും ഫൈക്കസിലും കാണുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് വ്യത്യാസം കേട്ടോ. ഇതില് ഇൻഫ്ലോറസൻസ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇതില് 3 ടൈപ്പ് ഫ്ലവേഴ്സ് കാണും. ഇവിടെ ടൈപ്പ് ഫ്ലവേഴ്സ് കാണും, ഒപ്പം തന്നെ ഇവിടെയും കാണും. ഇവിടെ 2 ടൈപ്പ് കാണും. 3 ടൈപ്പ് ഫ്ലവേഴ്സിന് പ്രത്യേകതയുണ്ട്. ഇവിടെ കാണുന്ന ഫ്ലവേഴ്സിൽ സ്റ്റേമൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മെയിൽ സെക്സ് ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ കാണുന്ന ഫ്ലവേഴ്സിൽ മെയിൽ സെക്സ് ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ കാണുന്ന ഫ്ലവേഴ്സില് 2 ഫ്ലവർ ഉണ്ട്. അതായത് 2 ടൈപ്പ് ഫ്ലവേഴ്സ്. ഇതൊരു ടൈപ്പ് ഫ്ലവർ ആണ്. അതിൽ എന്തില്ല? നമ്മുടെ ഗൈനീഷ്യം ഇല്ല, സെപ്പലില്ല, പെറ്റലില്ല, ഒന്നുമില്ല, സ്റ്റെം മാത്രം. ഇവിടെ കാണുന്ന 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണാണ് അവിടെ വരുന്നത് ഒരെണ്ണത്തിന്റെ പ്രത്യേകത, അതിന് ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല പ്രത്യേകത, ഗൈനീഷ്യം അതിന്റെ നമ്മുടെ സ്റ്റൈല് പോകുന്നത്, സ്റ്റിഗ്മ സ്റ്റൈൽ ഓവർ ഉണ്ടല്ലോ, സ്റ്റൈല് കറക്റ്റ് സെന്ററിന്നാ പോണേ. അങ്ങനത്തെ ഒരു പറ്റം ഓവറുകളുണ്ട്. അത് ഫെർട്ടൈലാണ്. ഫെർട്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പിന്നെ വേറെ ടൈപ്പ് ഓവറീസ് ഉണ്ട്. അതിന്റെ പ്രത്യേകത, അതിന്റെ സൈഡിൽ നിന്നിട്ടാണ് ഓവറി നമ്മുടെ സ്റ്റൈല് പോകുന്നത്. ഇങ്ങനെയാ പോകുന്നത്. സൈഡിൽ നിന്നിട്ടാണ് എന്ത് പോകുന്നത്? ഓവറി നമ്മുടെ സ്റ്റൈല് പോകുന്നത്. ഓവറിയിൽ കേട്ടോ. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഓവറിയില്. അപ്പൊ അങ്ങനത്തെ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കാം 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ വരുന്നേ? ഒരു ടൈപ്പിൽ എന്ത് മാത്രമേ ഉള്ളൂ? മെയില് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം എന്താണ്? ഫീമെയിൽ മാത്രമേ ഉള്ളൂ, ഫെർട്ടൈൽ ആണ്. ഇതിലും എന്ത് മാത്രമേ ഉള്ളൂ? ഫീമെയിൽ മാത്രമേ ഉള്ളൂ, നോട്ട് ഫെർട്ടൈൽ ആണ്. ഇങ്ങനത്തെ 3 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രസന്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതില് ഒരു ഇതുണ്ട്, ഗാൽവാസ്പ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. അതൊരു വാസ്പാണ്, ഒരു കടന്നല് വാസ്പ് കടത്തിൽ പെട്ടൊരു പുള്ളിയാണ്. ആള് എന്തെന്ന് വെച്ചാല് ഇതിന്റെ അകത്തേക്ക് കയറും. വാസ്പാണല്ലോ, ചിലതൊക്കെ അടിച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് കയറും. അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇവിടെ നിറച്ച് പൊള്ളൻ ഗ്രെയിൻസ് പ്രസന്റ് അല്ലേ? ഈ പൊള്ളൻ ഗ്രെയിൻസിൽ നിന്നിട്ടും ഈ സ്റ്റേമൻ ഉണ്ടല്ലോ, അതിന് കയറുന്ന സമയത്ത് നിറച്ച് മെയിൽ സെക്സോറിന് ആയിട്ടുള്ള സ്റ്റേമൻ നിൽക്കണേ. ആ സ്റ്റേമന്റെ അകത്ത് മേലെ ആന്തർ ഉണ്ട്. ആന്തറിൽ പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ടല്ലോ. ഈ പൊള്ളൻ ഗ്രെയിൻസ് കംപ്ലീറ്റ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഒന്നാമത്തെ കാര്യം. ഒപ്പം തന്നെ ഇതിന്റെ ബോഡിയിലും കുറച്ച് പറ്റി പിടിച്ചിരിക്കും. ഈ ഗാൽവാസ്പ് ഇതിലേക്ക് കയറുന്ന സമയത്ത് ഇതിന്റെ മേത്ത് കുറെ പൊള്ളൻ ഗ്രെയിൻസ് പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇതിലേക്ക് ഷവർ ചെയ്യുകയും ചെയ്യും.
അങ്ങനെ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ഷവർ ചെയ്യുമ്പോ ഫെർട്ടൈൽ ആയിട്ടുള്ള ഓവറി എന്താവും? അത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓവർ എന്താവും? അത് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ട് എന്തായിട്ട് മാറും? സൈഗോട്ടായിട്ട് മാറും. പക്ഷെ ഇവൻ കയറാനൊരു ഉദ്ദേശമുണ്ട്, വെറുതെ കയറുന്നില്ല. ഇവൻ കയറിയിട്ട് സ്റ്റെറൈലായിട്ടുള്ള ഈ ഓവറിയില്, ഈ ഓവറിന്റെ ഈ ഭാഗത്ത് ഫുള്ള് മൊട്ടിട്ട് വയ്ക്കും. മനസ്സിലായോ? മൊട്ടിട്ട് വയ്ക്കും. എന്നിട്ട് മുട്ട വിരിയും. മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്നത് സ്റ്റെറൈലായിട്ടുള്ള ഓവറിനെ ആയിരിക്കും. ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അന്നേരം തിരിച്ചു പുറത്തേക്ക് പോകുമ്പോ വീണ്ടും കുറെ പൊളാങ്ക്രിയൻസ് ഇതിലേക്ക് ഷവർ ചെയ്യും. ഒപ്പം തന്നെ ഇവൻ വേറെ ഹൈപ്പാൻഡോഡിയത്തിലേക്ക് കയറുമ്പോ ഇതിൽ പോയ പൊളാങ്ക്രിയൻസും കൂടി അവിടെ മിക്സ് ആവും. ക്രോസ് പോളിനേഷൻ കൂടി സംഭവിക്കും. മനസ്സിലാക്കി കേട്ടോ? 3 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. മെയിൽ ഫ്ലവേഴ്സ്, 2 ഫീമെയിൽ, 2 ടൈപ്പ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ട്. ഇവരുടെ ഈ ഫ്ലവേഴ്സിന്റെ സെപ്പൽസും ആൻഡ്രീഷും ഗൈനിയസും ഒപ്പം തന്നെ പെറ്റൽസും ഒക്കെ ആബ്സെന്റ് ആണ് കേട്ടോ. മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. ഇതിനെ പറഞ്ഞ പേരെന്ന് പറയുന്നത് ഹൈ സ്പെഷ്യൽ ഇൻഫ്ലോറസൻസ് ആണ്, ഹൈപ്പാൻഡോഡിയാണ് കേട്ടോ. അപ്പോ ഇതൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്, പരസ്പരം സഹായിക്കുന്നു. ഒരാള് രണ്ടാളുടെയും റീപ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ട് അല്ലെ. അതായത് ഗാൽവാസ്പ് ഇത് ഹൈപ്പാൻഡോഡിയാണ്. അതായത് നമ്മുടെ ആൽമരത്തിന്റെയും ഫിഗ് ട്രീയൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റെസ്പിറേറ്ററി റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിഗ് ട്രീ ആയാലും ആൽമരായാലും അതിന്റെ റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം ജനിക്കുന്ന കുട്ടി കഴിക്കുന്നത് എന്തായിരിക്കും? ആ ലാർവയെ കഴിക്കുന്നത് എന്തായിരിക്കും? ഈ ഫിഗ് ട്രീ അല്ലെങ്കിൽ ആൽമരത്തിന്റെ ഹൈപ്പാൻഡോഡിയത്തിനകത്തുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ഓവറി ആയിരിക്കും. എന്ന് വെച്ചാൽ സ്റ്റെറൈൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഫെർട്ടൈൽ അല്ല, പുതിയ ജനറേഷൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല, പൊട്ടന്റ് അല്ല, അതായത് വയബിലിറ്റി ഇല്ല കേട്ടോ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കവർ ചെയ്തു കേട്ടോ. ഇൻഫ്ലോറസൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്കിനി സീഡിനെ കുറിച്ച്, ഫ്രൂട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫ്രൂട്ടിനെ കുറിച്ച്, ഫ്രൂട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് സീഡിലേക്ക് വരാം. സീഡ് ഡിസ്പേഴ്സലിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. ഞാൻ കഴിയും, എളുപ്പമാണ്. ഫ്രൂട്ട്, ഫ്രൂട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു, നമ്മൾ ആയതിനെ സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഗൈനീഷ്യം അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുന്നത്. ഇതാണ് ഓവറി. ഓവറിന് അകത്താണ് എന്ത് പ്രസന്റ് ആയിട്ടുള്ളത്? ഒവ്യൂള് പ്രസന്റ് ആയിട്ടുള്ളത്. ഇതിന്റെ ഒവ്യൂള് എന്തായിട്ട് മാറുന്നു പറഞ്ഞു? ഒവ്യൂള് സീഡായിട്ട് മാറുന്നു പറഞ്ഞു. ഇതെന്തായിട്ട് മാറുന്നു പറഞ്ഞു? ഓവർ എന്തായിട്ട് മാറുന്നു? ഫ്രൂട്ട്. ഇതിലാരും സംശയമില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പഠിക്കാന്ന് വെച്ചാല്, അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഇതിലത്തെ ഏതാണ് എന്താണ് മാറുന്നത്. ഇതിലത്തെ ഈ സിഗ്മയ്ക്ക് എന്ത് വരും? നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൻ നമ്മുടെ ഇതിന്റെ റീപ്രൊഡക്ഷനിൽ പഠിക്കട്ടോ. ഇതിന്റെ മേലേക്ക് എന്ത് വരും? നോർമലായിട്ട് പൊള്ളൻ ഗ്രെയിൻ വരും. പിന്നെ ട്യൂബ് ഫോം ചെയ്യും. അങ്ങനെ ഇതിലേക്ക് എത്തിയിട്ട് നമ്മൾ എംബ്രിയോ സാക്ക് എന്നൊക്കെ പറയും. സെന്ററിൽ പോളാർ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഇവിടെ എഗ് ഉണ്ടായിരിക്കും, സൈനർജിൻസ്, ആന്റിബോഡൻസ്. അതൊക്കെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇതിലത്തെ സീഡ് എന്തായിട്ട് നമ്മുടെ ഒവ്യൂൾ എന്തായിട്ട് മാറും? ഒവ്യൂള് നമുക്ക് സീഡായിട്ട് മാറും. ഒപ്പം തന്നെ ഓവർ എന്തായിട്ട് മാറും? ഓവർ നമ്മുടെ ഫ്രൂട്ട് ആയിട്ട് മാറും കേട്ടോ. അത്രയും കാലം എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മുടെ ഒരു മാങ്ങയെ നമ്മൾ എന്ത് ചെയ്യാണ്? മുറിച്ചു നോക്കാം കേട്ടോ. അപ്പൊ അതിന്റെ സംഭവങ്ങൾ എങ്ങനെയാണ്, സീഡ് എന്താണ്, അങ്ങനത്തെ കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മളൊരു മാങ്ങ സപ്പോസ് ഇങ്ങനെയാന്ന് വിചാരിച്ചോളൂ. വേണം ഭംഗിയിലോ വട്ടത്തിൽ വരയ്ക്കാൻ വേണ്ടി ഒരു മാങ്ങ സപ്പോസ് വിചാരിക്കാം. അപ്പൊ അതിന് സെന്ററിൽ എന്തുണ്ടായിരിക്കും? സീഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ഭാഗം ഉണ്ടായിരിക്കും. മനസ്സിലായോ? ആദ്യത്തെയാണ് പെരികാർപ്പ്. പെരികാർപ്പ് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ സീഡ് ഉണ്ടായിരിക്കും. പെരികാർപ്പിനാണ് ഫ്രൂട്ട് വാൾ എന്ന് പറയാം. ഫ്രൂട്ട് വാൾ മനസ്സിലായോ? അപ്പൊ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ 2 ഭാഗം ഉണ്ടായിരിക്കും. അതായത് പെരികാർപ്പ് ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ എന്തായിരിക്കും? സീഡ് ഉണ്ടായിരിക്കും. ഇതിലത്തെ പെരികാർപ്പിനെ നമ്മൾ വീണ്ടും 3 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെരികാർപ്പിന് ഔട്ടർ എപ്പികാർപ്പ്, ഔട്ടർ എപ്പികാർപ്പ്, ഇന്നർ മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എപ്പികാർപ്പ്, എൻഡോകാർപ്പ്. എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് കേട്ടോ. അപ്പോ നമ്മളൊരു മാങ്ങ എടുത്ത് നോക്കുന്ന സമയത്ത്
സമയത്ത് ഏറ്റവും പുറത്തത്തെ നമ്മൾ തൊലിയായിട്ട് കളയുന്ന ഭാഗത്തിന് എപ്പികാർപ്പ് എന്ന് പറയും, ആ കഴിക്കുന്ന ഭാഗത്തിന് മീസോകാർപ്പ് എന്ന് പറയും. പിന്നെ ഏറ്റവും ഇന്നറായിട്ട്, അതായത് ഇത് എന്ന് പറയുന്നത് എൻഡോകാർപ്പാണ്. എൻഡോകാർപ്പിന്റെ അകത്താണ് ശരിക്കും എന്തിരിക്കുന്നത്, നമ്മുടെ ഓവ്യൂൾ അല്ലെങ്കിൽ സീഡ് ഇരിക്കുന്നത് കേട്ടോ. ഇതെന്താണ് സീഡ്. എപ്പികാർപ്പ് ഉണ്ട്, മീസോകാർപ്പ് ഉണ്ട്, ഒപ്പം എന്തുണ്ട് എൻഡോകാർപ്പ് ഉണ്ട്. അതാണ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ പഠിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ തേങ്ങയുടെ കാര്യം നോക്കണം. അപ്പൊ തേങ്ങ നമ്മൾ പൊട്ടിച്ചു നോക്കുകയാണെങ്കിൽ തേങ്ങ പൊട്ടിച്ചിട്ട് നോക്കാം അല്ലെ, ഈ സെന്ററിൽ എന്തുണ്ടായിരിക്കും, സെന്ററിലായിരിക്കും തേങ്ങ, ചെരുകുന്ന തേങ്ങ ഉണ്ടല്ലോ, ചെരുകുന്ന തേങ്ങ സെന്ററിലാണ് ചേർക്കും. ഈ ലെയറാണ് നമ്മൾ ചെരുകുന്ന തേങ്ങ. അതിനകത്ത് എന്തുണ്ടായിരിക്കും, വെള്ളം ഉണ്ടായിരിക്കും അല്ലെ, അകത്ത് വെള്ളം ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ചകിരി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ചകിരി. ഇതാണ് നമ്മുടെ പുറത്തെ കോട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന് 3 ഭാഗങ്ങളുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ചോദിക്കാന്ന് വെച്ചാല്, ഇതാണ് എപ്പികാർപ്പ്, ഇതാണ് മീസോകാർപ്പ്, ഇതാണ് എൻഡോകാർപ്പ്. അപ്പോ നമ്മളിപ്പോ ഒരു തേങ്ങ എടുത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ പുറം ഭാഗത്തിന് പറഞ്ഞ പേരാണ്, ഏറ്റവും പുറത്തെ ഹാർഡസ്റ്റ് പാർട്ടില്ലേ, അതാണ് എപ്പികാർപ്പ്. ചകിരി, ഒരക്കണ ചകിരി, അതാണ് മീസോകാർപ്പ്. ചിരട്ടയാണ് നമ്മുടെ എൻഡോകാർപ്പ് എന്ന് പറയാം. അപ്പൊ നമ്മള് ചരണ്ടി കഴിക്കുന്ന എന്താ സാറേ, ചരണ്ടി കഴിക്കുന്നതാണ് സോളിഡ് എൻഡോസ്പേം കേട്ടോ. ഇതാണ് ചരണ്ടി കഴിക്കുന്ന, ഇതാണ് എന്ന് പറയുന്നത് സോളിഡ് എൻഡോസ്പേം. എൻഡോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഫുഡ് റിസർവ് ആണ്. എംബ്രിയോ പൊങ്ങ് പോലെ പൊന്തി വരില്ല, എന്നിട്ട് മുളച്ച് തേങ്ങ മുളക്കില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞിനുള്ള ഫുഡ് റിസർവ് ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ചെരുകുന്നത് എന്താണ്, സോളിഡ് എൻഡോസ്പേം ആണ്. എന്നിട്ട് വെള്ളം എന്ന് പറയുന്നതാണ് ലിക്വിഡ് എൻഡോസ്പേം. ലിക്വിഡ് എൻഡോസ്പേം. അപ്പൊ നമ്മുടെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഒരു ഫ്രൂട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ടിന് എത്രയുണ്ട്, പെരികാർപ്പും ഉണ്ട്, ഒപ്പം സീഡും ഉണ്ട്. പെരികാർപ്പിന് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെ പറഞ്ഞേ, എപ്പികാർപ്പ് ഉണ്ട്, മീസോകാർപ്പ് ഉണ്ട്, എൻഡോകാർപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ തേങ്ങയുടെ കേസിൽ മനസ്സിലാക്കാം, ചകിരി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മീസോകാർപ്പാണ്. പുറത്തെ ഭാഗം എന്താണ്, എപ്പികാർപ്പാണ്. ചിരട്ട എന്ന് പറയുന്നത് എന്താണ്, എൻഡോകാർപ്പാണ്. അതിന്റെ അകത്താണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എൻഡോസ്പേം ആണ്. എൻഡോസ്പേം എന്തൊക്കെയുണ്ട്, ലിക്വിഡ് എൻഡോസ്പേം ആണ്, നാളികേര വെള്ളം എന്ന് പറയുന്നത് സോളിഡ് എൻഡോസ്പേം ആണ് നമ്മൾ ചേരിക്കുന്നത് കേട്ടോ. നമ്മൾ അതിന്റെ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് മനസ്സിലാക്കാനുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൂട്ടിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യണം കേട്ടോ. സിമ്പിൾ ഫ്രൂട്ട് ഉണ്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ട്, കോമ്പൗണ്ട് ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഫ്രൂട്ടിനെ വീണ്ടും 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ഫ്രൂട്ട്, കോമ്പൗണ്ട് ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ആദ്യം എഴുതാം. അഗ്രിഗേറ്റ് ഫ്രൂട്ട്, കോമ്പൗണ്ട് ഫ്രൂട്ട് കേട്ടോ. അങ്ങനെ 3 ടൈപ്പ് ഫ്രൂട്ടുകളെ കുറിച്ച് പഠിക്കണം. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫ്ലവറിലത്തെ സാധാരണ ഒരു ഫ്ലവറിൽ നിന്നും ഉണ്ടാകുന്ന ഫ്രൂട്ട്. സാധാരണ ഒരു ഫ്ലവറിൽ എന്തുണ്ടായിരിക്കും, സാധാരണ ഒരു കാർപ്പല്, ഒരു മോണോകാർപ്പലറി ആയിട്ടുള്ള ഒരു ഫ്ലവർ കേട്ടോ. മോണോകാർപ്പലറി ആയിട്ടുള്ള കാർപ്പില്ലറി എന്ന് വെച്ചാൽ എന്താ, ഒരു കാർപ്പല് മാത്രം, ഒരു ഗൈനീഷ്യം, അതായത് ഒരു ഗൈനീഷ്യം ഒരു കാർപ്പല് മാത്രം പ്രസന്റ് ആയിട്ട് ആ കാർപ്പലിന്റെ ഓവറിനകത്തേക്ക് നമ്മുടെ ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് അത് ഒവ്യൂള് എന്തായി സൈഗോട്ടായി അത് ഫ്രൂട്ടായിട്ട് മാറുന്നതിന്, അത് സീഡായിട്ട് മാറി പുറത്തെ ഓവറി ഫ്രൂട്ടായിട്ട് മാറി. അതിന് പറഞ്ഞ പേരെന്താണ്, നമ്മൾ എന്ന് പറയും സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയും. നമുക്ക് മനസ്സിലാക്കാനുള്ളത് അഗ്രിഗേറ്റ് ഫ്രൂട്ടാണ്. അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് കാസ്റ്റർ ആപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ ആത്തച്ചക്ക. ആത്തച്ചക്ക എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് അല്ല, ഒരുപാട് ഫ്രൂട്ടിന്റെ ഒരു അഗ്രിഗേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫ്ലവർ, മനസ്സിലായോ, ഒരു ഫ്ലവർ ഉണ്ടായിരിക്കും. അതിന്റെ പ്രത്യേകത വെച്ചാൽ ഒരു ഫ്ലവർ ശരിക്കും മനസ്സിലാക്കിയിരിക്കണ്ട, ഇതും ഒപ്പം തന്നെ നമ്മൾ ആക്സിയൽ പ്ലാസന്റേഷൻ സിട്രസ് ആയിട്ട് മാറിപ്പോയത്. ഒരു ഫ്ലവർ ഉണ്ടായിരിക്കും, ആ ഫ്ലവർ എന്തായിരിക്കും, മൾട്ടി കാർപ്പിലറി ആയിരിക്കും.
മൾട്ടി കാർപ്പല്ലറി. മൾട്ടി കാർപ്പല്ലറി ആയിട്ടുള്ള ഒരു ഫ്ലവർ, അതായത് ഒരുപാട് കാർപ്പൽസ് പ്രസന്റ് ആയിരിക്കും. പക്ഷേ അത് നാരങ്ങത്തെ പോലെ തന്നെയല്ല, സിങ്കാർപ്പസ് അല്ല, എപ്പോകാർപ്പസ് ആയിരിക്കും. എപ്പോകാർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, എല്ലാ കാർപ്പൽസും ഒരുമിച്ച് നിൽക്കാതെ വിട്ട് നിൽക്കണം, ഒറ്റയ്ക്ക് നിൽക്കണം. ഒരുമിച്ചാണെങ്കിൽ സിങ്കാർപ്പസ് എന്ന് പറയും, ഒറ്റയ്ക്കാണെന്ന് പറയും നമ്മള് എപ്പോകാർപ്പസ് എന്ന് പറയും കേട്ടോ. എന്താണ് എപ്പോകാർപ്പസ് ആണ്, മൾട്ടി കാർപ്പല്ലറി ആണ്, എപ്പോകാർപ്പസ് ആണ്. സീഡിന്റെ നോക്കിയേ, നമ്മുടെ ഫ്രൂട്ടാ പറയണേ അഗ്രിഗേറ്റ് മൾട്ടി കാർപ്പല്ലറി ആണ്, എപ്പോകാർപ്പസ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ കാണുന്ന ആത്തച്ചക്ക എന്ന ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് ഒരുപാട് ഫ്രൂട്ടുകളുടെ അഗ്രിഗേറ്റ് ആണ്. എന്നുവെച്ചാൽ ഒരുപാട് ഫ്രൂട്ട് ഒരുമിച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ. എക്സാമ്പിൾ എന്താ പറയണേ, എക്സാമ്പിൾ കാസ്റ്റർ ആപ്പിൾ. കാസ്റ്റർ ആപ്പിൾ ആത്തച്ചക്ക കേട്ടോ. ആത്തച്ചക്ക എല്ലാവരും കഴിച്ചിട്ട് വിചാരിക്കാം കേട്ടോ. അപ്പൊ ഓരോ അതിനകത്തുള്ള ഓരോ നമ്മൾ എന്താ പറയാ ഫ്രൂട്ട്ലെറ്റ്സ് എന്ന് പറയും. എന്താ പറയാ ഫ്രൂട്ട്ലെറ്റ്സ്. അപ്പോ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോകാർപ്പല്ലറി ആയിരിക്കും, അതിൽ നിന്നൊരു ഫ്രൂട്ട് വരിക. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി കാർപ്പല്ലറി ആയിരിക്കും, എപ്പോകാർപ്പസ് ആയിരിക്കും. എല്ലാം സെപ്പറേറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മൾട്ടി കാർപ്പല്ലറി ആയിട്ട് സിങ്കാർപ്പസ് ആയിരുന്നെങ്കിൽ, ഒരുമിച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, നമ്മുടെ നാരങ്ങയുടെ പോലെ ഒരൊറ്റ അല്ലികളായിട്ട് വന്നേനെ. നമ്മുടെ സെപ്റ്റ് വെച്ച് മാത്രം ഡിവൈഡ് ചെയ്ത് വന്നേനെ. ഇത് എപ്പോകാർപ്പസ് ആയതുകൊണ്ട് വിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ആത്തച്ചക്കര പോലെ ഫോം ചെയ്ത് കേട്ടോ. അതാണ് കോമ്പൗണ്ട്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലോറസെൻസ് അങ്ങനെ തന്നെ എന്തായിട്ട് മാറാം, ഫ്രൂട്ടായിട്ട് മാറാം കേട്ടോ. ഒരു ഇൻഫ്ലോറസെൻസ് കംപ്ലീറ്റ് എന്തായിട്ട് മാറാം, ഫ്രൂട്ട് ആയിട്ട് മാറാം. ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ പഠിച്ചു കണിക്കൊന്നേരെ പോലെ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ എ പെഡങ്കിൾ. ഒരു പെഡങ്കിളിന് ചുറ്റും ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. ഒരു പൂങ്കുല അങ്ങനെ തന്നെ എന്തായിട്ട് മാറാണ്, ഒരു ഫ്രൂട്ടായിട്ട് മാറാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കോമ്പൗണ്ട് ടൈപ്പ് കേട്ടോ. എക്സാമ്പിൾ ആണ് ചക്ക. അതുപോലെ തന്നെ മൾബറിയും അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട്. എക്സാമ്പിൾ മൾബറി ഉണ്ട്, ജാക്ക് ഫ്രൂട്ട്. എക്സാമ്പിൾസ് തന്നെ. അപ്പൊ നോക്കിയേ, സിമ്പിൾ ആണെങ്കിൽ മോണോകാർപ്പല്ലറി ആയിരിക്കും, അഗ്രിഗേറ്റ് ആണെങ്കിൽ മൾട്ടി കാർപ്പല്ലറി ആണ്, എപ്പോകാർപ്പസ് ആണ്. അതുകൊണ്ടാണ് കാസ്റ്റർ ആപ്പിൾ അങ്ങനെ വരാനായിട്ട് കാരണം. ഓരോ ആയിട്ട് ആ ഒരു ആത്തച്ചക്ക ഒരു ഫ്രൂട്ട് അല്ല, ഒരുപാട് ഫ്രൂട്ടിന്റെ അഗ്രിഗേറ്റ് ആണ്. അതിന് ഓരോന്നിനും ഫ്രൂട്ട്ലെറ്റ്സ് എന്ന് പറയും. ചക്ക എന്ന് പറഞ്ഞ എന്താ, ചക്ക എന്ന് പറയുന്നത് ഒരു പൂങ്കുല, മനസ്സിലാക്കുക, ഒരു പൂങ്കുല അങ്ങനെ തന്നെ എന്തായിട്ട് മാറിയിരിക്കുകയാണ്, ഒരു ഫ്രൂട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഓരോ ചക്കച്ചോള എന്താണ്, ഓരോ ഫ്രൂട്ടാണ്. ശരിക്കും മനസ്സിലാക്കട്ടോ, അതിന്റെ ഓരോ ചക്കച്ചോള എന്ന് പറഞ്ഞ എന്താണ്, ഓരോ ഫ്രൂട്ടാണ്. ഒരു പൂങ്കുല പോലെയല്ല അതിന്റെ അറേഞ്ച്മെന്റ് വരണേ, മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അതാണ് ഫ്രൂട്ടിന്റെ 3 ടൈപ്പ് അറേഞ്ച്മെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഫ്രൂട്ടിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഫ്ലവറിനെ കുറിച്ച് പഠിച്ചു, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഫ്രൂട്ടും സീഡും ഉണ്ടായില്ലേ. അതിൽ നമ്മൾ ഫ്രൂട്ടിനെ കുറിച്ച് പഠിച്ചു. അതിലെ ഫ്രൂട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് പഠിച്ചു, പെരികാർപ്പ് ഉണ്ട്, അതുപോലെ സീഡ് ഉണ്ട്, പെരികാർപ്പിന് എപ്പികാർപ്പ് ഉണ്ട്, മീസോകാർപ്പ് ഉണ്ട്, എൻഡോകാർപ്പ് ഉണ്ട്. ഇനി അടുത്തൊരു പഠിക്കാൻ പോകുന്നതാണ് സീഡിനെ കുറിച്ച്. സീഡിനെ കുറിച്ച് പഠിക്കുമ്പോ വീണ്ടും പഠിക്കണം. ഒരു സീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ സീഡ് കേട്ടോ, ഒരു സീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ സീഡ് കോട്ട് ഉണ്ടായിരിക്കും അല്ലെ, സീഡ് കോട്ട്. സീഡ് കോട്ട് രണ്ടുണ്ട്. ഔട്ടർ എന്ന് പറഞ്ഞ പേരാണ് ടെസ്റ്റ, അകത്തിന് പറഞ്ഞ പേരാണ് ടെഗ്മൻ കേട്ടോ. രണ്ടെണ്ണുണ്ട്. ഔട്ടറിന് പറഞ്ഞ പേരാണ് ടെസ്റ്റ, അകത്തിന് പറഞ്ഞ പേരാണ് ടെഗ്മൻ. സീഡ് കോട്ട് രണ്ടെണ്ണുണ്ട്. ഔട്ടറിന് പറഞ്ഞ പേരാണ് എന്ന് പറയുന്നത് ടെസ്റ്റ, ഇന്നറിന് പറഞ്ഞ പേരാണെന്ന് പറയുന്നത് ടെഗ്മൻ. ഔട്ടറാണ് ടെസ്റ്റ, ഇന്നർ പറഞ്ഞ പേരെന്താണ് ടെഗ്മൻ. ഓർത്ത് കേട്ടോ. മറ്റെന്തായിരുന്നു, മറ്റേ പെരികാർപ്പായിരുന്നു, പെരികാർപ്പും സീഡും. എന്തായിരുന്നു, എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. സീഡിൽ എങ്ങനെയാ, ടെസ്റ്റും ഉണ്ട്, ഒപ്പം എന്തുണ്ട്, ടെഗ്മൻ. ടെസ്റ്റ, ടെഗ്മൻ കേട്ടോ. ഇങ്ങനത്തെ 2 ലെയർ ഉണ്ടായിരിക്കാം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു പിന്നെ നമുക്ക് ഇനി സീഡിനെ കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാക്കാണ്ട് കേട്ടോ. സ്റ്റഡി ഓഫ് സീഡ്. അതായത് സീഡിനെ കുറിച്ച് പഠിക്കുന്നതിന് പറഞ്ഞ പേരാണ് സ്പെർമോളജി കേട്ടോ. സ്പെർമോളജി, സ്റ്റഡി ഓഫ് സീഡ്. ഈ സീഡുകളെ കുറിച്ച് പഠിക്കുന്നതിന് പറഞ്ഞ പേരാണ് സ്പെർമോളജി.
സ്പെർമോളജി. അപ്പൊ എന്താണ് സ്പെർമോളജി? സ്റ്റഡി ഓഫ് സീഡ്. വിത്തുകളെ കുറിച്ച് പഠിക്കാം, വിത്തുകളുടെ ടൈപ്സിനെ കുറിച്ചൊക്കെ പഠിക്കണം പേരെന്താണ്? സ്പെർമോളജി എന്ന് പറയും കേട്ടോ. ഇനി നമുക്ക് പറയണം എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ഉണ്ടായിരിക്കുക. നമ്മൾ പറയും ഒരു സീഡ് എന്ന് പറയുമ്പോൾ ഒരു അമ്മ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയല്ലേ. അതായത് ഒരു ഗൈനീഷ്, ഒരു അമ്മ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ട്രീ ആയിരിക്കും, അത് കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുക അല്ലെ. അതിന് പുറത്ത് ഓവറുണ്ട്, അതിന്റെ അകത്ത് എന്തുണ്ട്? ഒവ്യൂളുണ്ട്. ഓവറിനെ ഫ്രൂട്ടാക്കി മാറ്റി, ഒവ്യൂളിനെ സീഡാക്കി മാറ്റി, ഈ സീഡിനെ വീണ്ടും ടെസ്റ്റോണും ടെഗ്മനോണും പൊതിഞ്ഞു വെച്ചിരിക്കാം. അതിന്റെ അകത്ത് ഈ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള കോട്ട്ലിഡൻ പ്രസന്റ് ആണ്. കോട്ട്ലിഡൻ അറിയാവുന്നതാണ് അല്ലെ. കോട്ട്ലിഡൻ എന്ന് പറഞ്ഞാൽ എന്താ? മോണോകോട്ടും ഉണ്ട്, ഡൈക്കോട്ടും ഉണ്ട് അല്ലെ. മോണോകോട്ടിൽ എങ്ങനെയായിരിക്കും? മോണോകോട്ടിൽ നമ്മുടെ പരിപാടി നമുക്കറിയാം. മോണോകോട്ട് എന്ന് പറയുമ്പോൾ പയറ്, അതുപോലെ തന്നെ പുളി ഒക്കെ മുളയ്ക്കുന്ന സമയത്ത് എങ്ങനെ നിൽക്കാം? ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളെ രണ്ട് സാധനം ഇങ്ങനെ നിൽക്കും. പുളിയൊക്കെ മുളയ്ക്കുന്ന സമയത്ത് അല്ലെ. അതാണ് എന്ന് പറയുന്നത് അതിന്റെ കോട്ട്ലിഡൻ എന്ന് പറയുന്നത്. അതായത് റൂട്ട്, ശരിക്കും റൂട്ടും ലീഫും വരുന്നതിന് മുന്നേ അതിന് ഭക്ഷണം കഴിക്കാനായിട്ട് എന്തെന്ന് പറഞ്ഞാൽ അതിന് കോട്ട്ലിഡൻ പ്രസന്റ് ആയിട്ടുണ്ട്. മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കോട്ട്ലിഡനെ കുറിച്ച് എന്ത് ചെയ്യണം? കുറച്ച് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഈ കോട്ട്ലിഡൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ടും ഒരേ സൈസ് ആയിരിക്കും കേട്ടോ. മേലയ്ക്ക് വരുന്നത് എന്ന് പറയുന്നത് പ്ലിമ്യൂൾ. ഇതിലത്തെ ഓക്കെ, ഇതാണ് ഇതാണ് അതിന്റെ ആക്സിസ് വരുന്നത്. ഇതാണ് കോട്ട്ലിഡോൺ കേട്ടോ. കോട്ട്ലിഡോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് കോട്ട്ലിഡോൺ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതാണ് പ്ലിമ്യൂൾ. ഇതാണ് റാഡിക്കിൾ. ഇതറിയാം കോട്ട്ലിഡോൺ ആണ് അല്ലെ. അപ്പോ ഈ കോട്ട്ലിഡോണിന്റെ ഫ്ലോർ ആക്സിസ് ഇതാണ് വരുന്നത്. ഈ മുകളിൽ നിന്ന് മേലേക്ക് വരുന്നതിനെ പ്ലിമ്യൂൾ എന്ന് പറയുന്നുണ്ട്, അടിയിലേക്ക് വരുന്നതിന് എന്ന് പറയാം റാഡിക്കിൾ. അപ്പോ ഈ അതായത് നമ്മുടെ എംബ്രിയോണൽ ആക്സിസ് എന്നാണ് പറയാ. ഈ എംബ്രിയോണൽ ആക്സിസ് എന്നിട്ട് മുകളിലേക്ക് വരുന്നത് എന്ന് പറയും ഷൂട്ട് എന്ന് പറയും. ആ ഷൂട്ട് ഉണ്ടാവുന്നത് എവിടെന്നാ? പ്ലിമ്യൂൾ. നിങ്ങൾ നോക്കിയേ, ഈ ടിപ്പിനെയാണ് നമ്മൾ പ്ലിമ്യൂൾ എന്ന് പറയാം കേട്ടോ. ഈ ടിപ്പിനെയാണ് നമ്മൾ റാഡിക്കിൾ എന്ന് പറയാം. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് നമ്മൾ പറഞ്ഞ പേരാണ് എപ്പിക്കോട്ടൈൽ. അതുപോലെ തന്നെ ഈ ഒരു റീജിയൻ ഉണ്ടല്ലോ, അതിന് പറഞ്ഞ പേരാണ് ഹൈപ്പോകോട്ടൈൽ. അത്രേ ഉള്ളൂ. ഒരു ഡൈക്കോട്ട് സീഡിന്റെ അകത്തെടുത്ത് നോക്കുന്ന സമയത്ത് രണ്ട് കോട്ട്ലിഡോൺ പ്രസന്റ് ആയിരിക്കും, ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടായിരിക്കും. എംബ്രിയോണൽ ആക്സിസിന് മേലത്തെ ടിപ്പിന് പറഞ്ഞ പേരാണ് പ്ലിമ്യൂൾ എന്ന് പറയുന്നത്, ഡൗൺ ടിപ്പിന് പറഞ്ഞ പേരാണ് റാഡിക്കിൾ എന്ന് പറയുന്നത്. തന്നെ നമ്മുടെ ഈ ആക്സിസിന് ശേഷം ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് പ്ലിമ്യൂളിലും ഇവിടെ നമ്മൾ ഈ ഗ്യാപ്പിന് പറഞ്ഞ പേരാണെന്ന് പറയുന്നത് എപ്പിക്കോട്ടൈൽ എന്ന് പറയുന്നത്, അടിയിൽക്കാണ് എന്ന് പറയുന്നത് ഹൈപ്പോകോട്ടൈൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് സീഡ് കോണിനെ കുറിച്ച് സംസാരിച്ചു അല്ലെ, ടെസ്റ്റ, ടെഗ്മൻ അങ്ങനത്തെ അതിനൊക്കെ സംസാരിച്ചു. അപ്പൊ നമ്മൾ അതിന് മുന്നേ ഈ ഓവറി അല്ലെങ്കിൽ ഒവ്യൂള് അതിന്റെ ഒരു കിടപ്പോശ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മള് ഒരു നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ ഹൈലം എന്നാണ് പറയാ. ഫ്യൂണിക്കിൾ എന്ന് പറയണം. ഫ്യൂണിക്കിളിന് ശേഷം ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ പോർഷൻ ഉണ്ടായിരിക്കും. അതായത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാല് ഇവിടെ ആയിരിക്കും നമ്മുടെ എംബ്രിയോസാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? ഇവിടെ പോളാർ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, ഇവിടെ എഗ് ഉണ്ടായിരിക്കും, ഇവിടെ സൈനോപ്സിസ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നില്ല, ഈ ഭാഗം ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇത് കൺവേർജിങ് ആയി, ഡൈവേർജിങ് ആയിരിക്കില്ല, കൺവേർജിങ് ആയിരിക്കും കേട്ടോ. കൺവേർജിങ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് പേരുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാ. ഇതാണ് ഫ്യൂണിക്കിൾ. ഈ ഒരു അറേഞ്ച്മെന്റ്, ഈ ഒരു ജോയിനിങ് പോർഷൻ ഇല്ലേ, ഇതിനാണ് നമ്മൾ ഹൈലം എന്ന് പറയാം. ഹൈലം. ഇതിലത്തെ ഈ ഓപ്പണിങ് അതിന് കുറച്ച് പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഈ ഓപ്പണിങ്ങിനെ പറഞ്ഞ പേരാണ് മൈക്രോപൈൽ എന്ന് പറയും. ഇതിന് പറഞ്ഞ പേരെന്താണ്? ചലാസെൽ.
സലാസൽ റീജിയൻ കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കുക, ഇതാണ് ഓവ്യൂളിന്റെ ഏകദേശം സ്ട്രക്ചർ ആയിട്ട് വരിക. ഇതിന് പുറത്താണ് എന്തുണ്ടായിരിക്കുക, ഓവറി ഉണ്ടായിരിക്കുക കേട്ടോ. ഇതിന് പുറത്താണ് ഓവറി ഉണ്ടായിരിക്കുക. ഓവറിയുടെ അകത്തുള്ള സ്ട്രക്ചറാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പൊ പഠിക്കാം. ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ അറ്റാച്ച്മെന്റ് ചെയ്യണ ഈ ഭാഗം, ഓവറിലേക്ക് അറ്റാച്ച് ഈ ഭാഗത്തിനെന്ന് പറയും ഫ്യൂണിക്കിൾ എന്ന് പറയും. ഇതെന്താണ്, ഇത് ചലാസൽ റീജിയൻ ആണ്, ഇത് മൈക്രോപൈലർ റീജിയൻ ആണ്. ഇത് മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ ഹോളാണ്, ഓപ്പണിംഗ് ആണ് കേട്ടോ. ചെറിയൊരു ഓപ്പണിംഗ് ആണ്, കണ്ടില്ലേ, ഓപ്പണിംഗ് കണ്ടില്ലേ. ഇത് മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടെണ്ണം ഞാൻ വരച്ചിട്ടില്ലേ, ഈ രണ്ടെണ്ണം ഇത് രണ്ടും ഇന്റഗുമെന്റ്സ് ആണ്. ഇന്റഗുമെന്റ്സ് അപ്പോ ഔട്ടർ ഇന്റഗുമെന്റ്, ഇത് ഔട്ടർ ഇന്റഗുമെന്റ് ആണ്, ഇത് ഇന്നർ ഇന്റഗുമെന്റ് ആണ് അല്ലെ. അത് ഔട്ടർ ആണ്, ഇത് ഇന്നർ ആണ്. ഔട്ടർ ഇന്റഗുമെന്റ് ആണ് പിന്നീട് മാറിയിട്ട് ടെസ്റ്റ് ആയിട്ട് മാറുന്നതും, ഇന്നർ ഇന്റഗുമെന്റ് ആണ് പിന്നീട് മാറിയിട്ട് എന്തായിട്ട് മാറുന്നത്, ടെഗ്മൻ ആയിട്ട് മാറുന്നത് കേട്ടോ. ഔട്ടർ മാറിയിട്ട് ടെസ്റ്റ് ആയിട്ട് മാറും, ഇന്നർ മാറിയിട്ട് എന്തായിട്ട് മാറും, ടെഗ്മൻ. ഇതാണ് ഓവ്യൂളിന്റെ സ്ട്രക്ചർ വരിക. എന്നായിരിക്കും ഇത് ഫ്യൂണിക്കിൾ, ഇത് ഹൈലം. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾ ഇതിന് ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. ഔട്ടർ ഇന്റഗുമെന്റ് എന്തായിട്ട് മാറും, ടെസ്റ്റ് ആയിട്ട് മാറും, ഇന്നർ ഇന്റഗുമെന്റ് എന്തായിട്ട് മാറും, ടെഗ്മൻ ആയിട്ട് മാറും. ഇതിന് സീഡായിട്ട് ജെർമിനേറ്റ് ചെയ്യും. മനസ്സിലായിട്ടല്ലോ. ഇത്രയും കാര്യം ജസ്റ്റ് ഇതിന് മനസ്സിലാക്കി. സ്ട്രക്ചർ വരച്ച് പഠിക്കണം നിർബന്ധം ഞാൻ പറയുന്നില്ല. ഇന്റഗുമെന്റിൽ നിന്നിട്ടാണ് സീഡ് കോട്ട് വരുന്നത്. ഓവ്യൂളിന്റെ ഇന്റഗുമെന്റ് നിന്നിട്ടാണ് സീഡ് കോട്ട് വരുന്നത്. സീഡ് കോട്ടില് ഔട്ടർ ഇന്റഗുമെന്റ് നിന്നും ടെസ്റ്റ് ചെയ്യും, ഇന്നർ ഇന്റഗുമെന്റ് നിന്ന് എന്ത് വരുന്നുണ്ട്, ടെഗ്മനും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മളിനി അടുത്തതായിട്ട് ഒരു മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ പഠിക്കാൻ പോകുന്നു. ഒരു മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ കേട്ടോ. ഒരു മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് അതിന് മുന്നേ നമുക്ക് ഈ സീഡുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീഡുകളെ നമുക്കറിയാവുന്ന കാര്യം ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. സീഡുകളെ ആദ്യത്തെയാണ് ഡൈക്കോട്ട്, പിന്നത്തെയാണ് മോണോകോട്ട്. ഡൈക്കോട്ടും ഉണ്ട്, മോണോകോട്ടും ഉണ്ട്. ഡൈക്കോട്ടിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എൻഡോസ്പെർമസ് ആൻഡ് നോൺ എൻഡോസ്പെർമസ്. എൻഡോസ്പെർമസ് ആൻഡ് നോൺ എൻഡോസ്പെർമസ്. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എൻഡോസ്പെർമസ് ആൻഡ് നോൺ എൻഡോസ്പെർമസ്. അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് എൻഡോസ്പെർം എന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾ അവിടെ നമ്മളെ മൈക്രോ ചലാസൽ, മൈക്രോപൈലറൊക്കെ വെച്ചാൽ എംബ്രിയോൺ സാക്ക് ഒക്കെ വരച്ചു. അതിൽ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മനസ്സിലാക്കാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു റിസർവ് ഫുഡ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് കുഞ്ഞിന് കഴിക്കാനായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിനകത്ത്. ട്രിപ്പിൾ ഫ്യൂഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ പറയും. ഡബിൾ ഫെർട്ടിലൈസേഷൻ, ട്രിപ്പിൾ ഫ്യൂഷൻ അതിന്റെയൊക്കെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ ഭാഗമായിട്ട് അവിടെ എൻഡോസ്പെർമ ജനറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്ര മനസ്സിലാക്കാം. അതാണ് ഇവിടെ പറയുന്നത്. അത് ജനറേറ്റ് ചെയ്യുന്നവരെ എൻഡോസ്പെർമസ് എന്നും അത് ജനറേറ്റ് ചെയ്യാത്തവരെ നോൺ എൻഡോസ്പെർമസ് വിളിക്കും. എൻഡോസ്പെർം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻഡോസ്പെർമസ്, എൻഡോസ്പെർം പ്രൊഡ്യൂസ് ചെയ്യുന്ന നോൺ എൻഡോസ്പെർമസ് പറയും കേട്ടോ. ഇതിലെ ഡൈക്കോട്ടിലെ എൻഡോസ്പെർം ഉള്ള ആൾക്കാരാണ് ആരൊക്കെ എന്ന് പറയുന്നത്, നമ്മുടെ പി അതായത് പയറിനുണ്ട്. ഇല്ലാത്ത ആൾക്കാരാണ് കാസ്റ്റർ ആണോ. ഇല്ല, എൻഡോസ്പെർം ഉള്ള ആൾക്കാരാണ് പി. സോറി മാറിപ്പോയാണ്. നമ്മള് പീസിനൊക്കെ ഗ്രാം എന്ന് പറയാം. എൻഡോസ്പെർം ഇല്ലാത്ത ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത്. പിക്ക് ഒന്നും എൻഡോസ്പെർം പ്രസന്റ് അല്ല. ഇല്ലാത്ത ആൾക്കാര് പി, നോൺ എൻഡോസ്പെർമസ് പി വരുന്നുണ്ട്. എൻഡോസ്പെർമസ് ആണ് എന്ത് വരുന്നത്, കാസ്റ്റർ വരുന്നത് കേട്ടോ. കാസ്റ്റർ ആവണക്കിലെ എൻഡോസ്പെർം പ്രസന്റ് ആണ്. അതുപോലെ തന്നെ മോണോകോട്ടിലെ എൻഡോസ്പെർമിലാണ് എന്ത് വരുന്നത്, റൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീറ്റ് വരുന്നുണ്ട്. ഇല്ലാത്ത ആൾക്കാരാണ് ഓർക്കിഡ്.
ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കി വെക്കുക കേട്ടോ. എൻഡോസ്പെർം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് റിസർവ് ആണ്, അത് മനസ്സിലാക്കുക. അതില് ഡൈക്കോട്ടില് എൻഡോസ്പെർമസും ഉണ്ട്, നോൺ എൻഡോസ്പെർമസും ഉണ്ട്. എൻഡോസ്പെർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സാമ്പിൾ കാസ്റ്റർ ആണ്. നോൺ എൻഡോസ്പെർമസിന് പി ആണ് എക്സാമ്പിൾ വരുന്നത്. ഡൈക്കോട്ടിന് പ്രത്യേകം ഓർക്കാം കേട്ടോ, പി ഉണ്ട്, കാസ്റ്ററും ഉണ്ട്. മോണോകോട്ടിൽ എക്സാമ്പിൾ വരുന്നത് റൈസ് വരുന്നുണ്ട്, വീറ്റ്. ഇത് രണ്ടെന്താണ്? എൻഡോസ്പെർമസ് ആണ്. ഇല്ലാത്ത ആൾക്കാർ ആരാ? ഓർക്കിഡ് കേട്ടോ. ഇതും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡൈക്കോട്ടിനെ നമ്മൾ പഠിച്ചു. മോണോകോട്ടിന്റെ സീഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് എന്ത് ചെയ്യണം? നമുക്കൊന്ന് പഠിക്കണം കേട്ടോ. മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. മോണോകോട്ടിന്റെ ഒരു സീഡിന്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കാം. മനസ്സിലായിണ്ടല്ലോ? ഇത് നമ്മൾ എൻഡോസ്പെർമസ് വരയ്ക്കണ്ട. എൻഡോസ്പെർമ പ്രസന്റ് ആയിട്ടുള്ള മോണോകോട്ടിലെ ഒരു സീഡിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പോകണം കേട്ടല്ലോ. അതില് രണ്ടാക്കി ഡിവൈഡ് ചെയ്യും. ഇതൊരു എപ്പിത്തീലിയം ലെയർ ആണ് കേട്ടോ. ഇതൊരു എപ്പിത്തീലിയം ലെയർ ആണ്. ഇതില് പുറത്ത് എല്യൂറോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട് കേട്ടോ. എല്യൂറോൺ എന്ന് പറയും. എല്യൂറോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ലെയറും ഉണ്ട്. അതുപോലെ തന്നെ ഇത് എൻഡോസ്പെർം ആണ്. എല്യൂറോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ലെയറും ഉണ്ട്. ഇത് എൻഡോസ്പെർം. എൻഡോസ്പെർം എന്ന് പറഞ്ഞേക്കാൻ നല്ലത് മേഡ് സ്റ്റാർച്ച് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സ്റ്റാർച്ച് കേട്ടോ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ ഇതാണ് എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇത് പ്യൂമ്യൂളാണ്, ഇത് റാഡിക്കളാണ്. ഈ എംബ്രിയോണൽ ആക്സിസിനോട് ചേർന്നിട്ട് ഒരു പേപ്പർ, അധികം റിസർവ് വുഡ് മെറ്റീരിയൽസ് ഇല്ലാത്ത ഒരു കോട്ടിലിഡൻ പ്രസന്റ് ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് സ്കുട്ടല്ല. ഓക്കെ ഉണ്ടല്ലോ? സ്കുട്ടല്ല കേട്ടോ. ഇതൊരു മോണോകോട്ട് സീഡാണ്. ഇത് എല്യൂറോൺ ലെയർ പ്രോട്ടീൻ കേട്ടോ. എല്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ലെയർ ആണ്. ഇത് സ്റ്റാർച്ച് ആണ്. എല്യൂറോൺ ഇതാണ് എല്യൂറോൺ ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെന്താണ്? ഇവിടെ ഇതാണ് എംബ്രിയോണൽ ആക്സ് എന്ന് പറയുന്നത്. ഇതാണ് പ്യൂമ്യൂള്. ഇതാണ് അതിന്റെ റാഡിക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് എന്ന് പറയുന്നത് അതിന്റെ കോട്ടിലിഡോൺ. ഇതിന്റെ കോട്ടിലിഡോൺ എന്ന് പറഞ്ഞ പേരെന്താണ്? സ്കുട്ടല്ലം എന്ന് പറയാം. സ്കുട്ടല്ലം എന്ന് പറയുന്ന ഇതിന്റെ കോട്ടിലിഡോൺ എന്ന് പറഞ്ഞ പേരാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് പ്യൂമ്യൂളിനെ പൊതിഞ്ഞിട്ട് ഒരു ലെയർ ഉണ്ട്. പ്യൂമ്യൂളിനെ പൊതിഞ്ഞിട്ട് ലെയർ എന്ന് പറഞ്ഞ പേരാണ് കോളിയോപ്റ്റൈൽ. അതുപോലെ തന്നെ ഈ റാഡിക്കലിനെ പൊതിഞ്ഞിട്ട് കാപ്ലേറ്റ് സ്ട്രക്ചർ അതിന് പറഞ്ഞ പേരാണ് കോളിയോറൈസ കേട്ടോ. അപ്പൊ അങ്ങനത്തെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കോളിയോപ്റ്റൈലും ഉണ്ട്, ഒപ്പം എന്തുണ്ട്? കോളിയോറൈസി ഉണ്ട് കേട്ടോ. കോളിയോറൈസ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റാഡിക്കലിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന കവറിങ്, അതാണ് കോളിയോറൈസ. കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്യൂമ്യൂളിനെ കവർ ചെയ്തിട്ടുള്ള കവറിങ്. ഇതാണ് മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ. നോക്കിയേ, എല്യൂറോൺ ലെയർ പുറത്തു വരുന്നുണ്ട്, അകത്ത് സ്റ്റാർച്ച് ഉണ്ട്. ഇത് എപ്പിത്തീലിയാണ്. ഇതാണ് ഒരു കോട്ടിലിഡോൺ, സ്കുട്ടൽ എന്ന് പറയും. ഇതാണ് എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത്. അതിന് കോളിയോപ്റ്റൈലും ഉണ്ട്, കോളിയോറൈസിയും ഉണ്ട്. അത് കോളിയോപ്റ്റൈൽ ഇങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. പ്യൂമ്യൂൾ അല്ലേ, അതിന് പി ഉണ്ട്. കോളിയോപ്റ്റൈൽ പ്യൂമ്യൂളിന്റെ കവറിംഗ് ആണ്. ആറില്ലേ, റൈസയ്ക്ക് ആറില്ലേ, കോളിയോറൈസ. ആറ് എന്ന് പറയുന്നത് നമ്മുടെ റാഡിക്കിൾ. നമുക്ക് അറിയാലോ അല്ലെ, പ്യൂമ്യൂളിൽ നിന്നിട്ടായിരിക്കും എന്ത് വരിക? ഷൂട്ട് ജനറേറ്റ് ചെയ്യുക. ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇലയും ബ്രാഞ്ച് കാണുക. കോളിയോപ്റ്റൈൽ റൈസ് ചെയ്യാം. കോളിയോറൈസിൽ നമ്മുടെ പ്യൂമ്യൂളിൽ നിന്നിട്ടാണ് ഷൂട്ട് ജനറേറ്റ് ചെയ്യുക. റാഡിക്കിൽ നിന്ന് ജനറേറ്റ് ചെയ്യുക റൂട്ട്.
ഇത്രയും കാര്യം നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനുള്ളത് മോണോകോട്ട് സീഡിന്റെ അനാട്ടമിയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതെന്താണ്? ഇത് എൻഡോസ്പേമസ് ആണ്. എൻഡോസ്പേം ഉള്ളതാണ് കേട്ടോ. ഈ നോൺ എൻഡോസ്പേമസ് പഠിക്കുകയാണെങ്കിൽ മോണോകോട്ടിലത്തെ നമ്മളിപ്പോ എന്ത് ചെയ്യാം, നോൺ എൻഡോസ്പേമസ് പഠിക്കുകയാണ്. അതായത് ഓർക്കിഡിന്റെ ഒക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഓർക്കിഡിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു സീഡ് ഇങ്ങനെ വന്നതിന് ശേഷം എന്തുണ്ടായിരിക്കും, ഒരു എംബ്രിയോണൽ ആക്സിസ് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഒരു എംബ്രിയോണൽ ആക്സിസ് ഇങ്ങനെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എന്തുണ്ടായിരിക്കും, ഒരു കോട്ടിലോൺ വരും. പിന്നെ എന്തുണ്ടായിരിക്കും, അതിന് കോളിയോപ്റ്റൈഡ് ഉണ്ടായിരിക്കും, കോളിയോറൈസ് ഉണ്ടായിരിക്കും. ഇതായിരിക്കും സാധാരണ ഒരു നോൺ എൻഡോസ്പേം കേട്ടോ. നോൺ എൻഡോസ്പേം സീഡിന്റെ അവസ്ഥ. എൻഡോസ്പേം ആണെങ്കിൽ എന്തുണ്ടായിരിക്കും, എല്യൂറോൺ ലെയർ ഉണ്ടായിരിക്കും, സ്റ്റാർച്ച് ലെയർ ഉണ്ടായിരിക്കും, എപ്പിത്തീലിയൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം എന്തായിരിക്കും, ഈ സാധനങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും കേട്ടോ. ഈ കോട്ടിലോൺ എന്ന് പറയുന്ന അധികം ഫുഡ് കൊടുക്കണമെന്നില്ല. പാപ്പറി എന്നാണ് പറയാ. പാപ്പറി എന്ന് പറഞ്ഞാൽ അധികം ഫുഡൊന്നും ഇല്ലാത്ത, ഇവർക്ക് ഫുഡ് അങ്ങനെ റിസർവ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതായത് ഇങ്ങനത്തെ ഓർക്കിഡിന്റെ ഒക്കെ വിത്ത് വേഗം നശിച്ചു പോകും. കാരണം വെച്ചാൽ അത് വയബിലിറ്റി കുറവാണ്. കാരണം അതിന് എൻഡോസ്പേം ഇല്ല, ഭക്ഷണം എടുത്തു വെച്ചിട്ടില്ല കഴിക്കാനായിട്ട്. ഇതിന് ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സീഡൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് നശിച്ചു പോകും. മനസ്സിലായോ? സീഡിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന കാരണം അതിന് വയബിലിറ്റി കുറവാണ്. അതായത് ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ വയബിലിറ്റി കുറയും കേട്ടോ. മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ നമ്മള് രണ്ട് സീഡിന്റെയും സ്ട്രക്ചറിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സീഡ് ഡിസ്പേഴ്സൽ ആണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് സീഡ് ഡിസ്പേഴ്സൽ. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിയാണ്. സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അവിടുത്തെ പ്രത്യേകത വെച്ചാല്, സീഡൊക്കെ ഉണ്ടായി, മാവ് സപ്പോസ് വിചാരിച്ചു, അല്ലെങ്കിൽ ഏതേത് പ്ലാന്റ് ആയാലും ഇപ്പൊ മാവ് വിചാരിക്കാം. മാവില് മാങ്ങണ്ടി താഴ്ത്തി വീഴുന്നുണ്ട്, മാങ്ങ താഴ്ത്തി വീഴുന്നുണ്ട്, അങ്ങനെ മുളയ്ക്കുന്നതെന്ന് വിചാരിച്ചു. ആ മാവുകളൊക്കെ അവർക്ക് വളരാൻ പറ്റുമോ? വളരാൻ പറ്റുന്ന കാരണം ആ മാവ് മുളച്ചാൽ തന്നെ അതിന് മര്യാദയ്ക്ക് വെയിൽ കിട്ടില്ല, ന്യൂട്രീഷൻ മര്യാദയ്ക്ക് കിട്ടില്ല. അപ്പൊ ഒരു പരിധി വിട്ട് ഒന്നും വളരില്ല. ഒരു ആൽമരത്തിന്റെ അടിയിൽ ഒരുപാട് ആൽമരങ്ങൾ ഇങ്ങനെ വളരുമോ? ഇല്ല. ഒരു പ്ലാവിന്റെ അടിയിൽ ഒരുപാട് പ്ലാവ് ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വളരാൻ പറ്റില്ല, വളർച്ച മുരടിക്കും. അതിനുവേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന രീതിയാണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്നിട്ടും വിത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാം. പല ആൾക്കാരാണ് എത്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ ആൾക്കാരെയാണ് എത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് മൂന്നാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അനിമോഫിലി ഉണ്ട്, ഹൈഡ്രോഫിലി ഉണ്ട്, സൂഫിലി ഉണ്ട് കേട്ടോ. അനിമോഫിലി ഉണ്ട്, സൂഫിലി ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോഫിലി. അനിമോഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിൻഡ് ആയിരിക്കും എത്തിക്കുക. വിൻഡ് ആയിരിക്കും എത്തിക്കുക, അതായത് കാറ്റായിരിക്കും വിത്തിനെ പല സ്ഥലത്തേക്ക് എത്തിക്കുക. സൂഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനിമൽസ് ആയിരിക്കും പല സ്ഥലത്തേക്ക് എത്തിക്കുക. ഹൈഡ്രോഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടർ. മൂന്ന് ടൈപ്പ് ഉണ്ട്. അനിമോഫിലി ഉണ്ട്, സൂഫിലി ഉണ്ട്, ഹൈഡ്രോഫിലി ഉണ്ട് കേട്ടോ. ഈ മൂന്ന് ആൾക്കാരുടെ അടിസ്ഥാനത്തിലാണ് ഇവ വിൻഡും ആനിമൽസും വാട്ടറും. ഇനി പഠിക്കാൻ നമുക്ക് ആൾക്കാർ ഇത്രയും പഠിക്കാമല്ലോ കേട്ടോ. നമ്മള് ഈ സൂഫിലിനെ എൻഡോമോഫിലി എന്ന് കൂടി പറയും. ആൾക്കാരെ സൂഫിലി ഉണ്ട്, അനിമോഫിലി ഉണ്ട്, ഹൈഡ്രോഫിലി ഉണ്ട്. അനിമോഫിലി ഒരിക്കലും ആനിമൽസ് ആണ് തെറ്റിദ്ധരിക്കരുത്. അനിമോഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിൻഡാണ് കേട്ടോ. വിൻഡാണ് പോളിനേറ്റ് ചെയ്തതെന്ന് ഉറപ്പുവരുത്താം, മനസ്സിലാക്കാം കേട്ടോ. അത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ അനിമോഫിലിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ അനിമോഫിലിയില് ചില ആൾക്കാര് ചില വിത്തുകളെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ലൈറ്റ് വെയിറ്റ് ഭയങ്കര പൊടി പോലെ ആയിരിക്കും. പൊടി പോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് പറന്ന് ഒന്ന് ഊതിയ പറക്കുന്ന രീതിയിൽ വിത്തുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കാറ്റടിച്ച് പല സ്ഥലത്ത് വീഴും, വെള്ളമുള്ളടത്ത് മുളയ്ക്കും. മനസ്സിലായോ? അതാണ് ആദ്യത്തെ അവരുടെ പ്രത്യേക മോഡിഫിക്കേഷൻ ആണ്. വിത്ത് ഭയങ്കര കട്ടിയാണെങ്കിൽ അവിടെ വീണ് കിടക്കുകയുള്ളൂ, പിന്നെ മുളയ്ക്കൊന്നുമില്ല അല്ലെ. അപ്പൊ എന്താ പ്രത്യേകത? ഇവരുടെ പ്രത്യേകത എന്താ? ഇതിൽ നിന്നിട്ട് ഇത് കാറ്റ് ഭയങ്കര എന്താണ് പൊടി പോലെ പൗഡർ പോലെയാണ്. അപ്പൊ പല സ്ഥലത്തേക്ക് കാറ്റ് പറന്ന് പോയി പല സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും? മുളയ്ക്കും. അതാണ് ലൈറ്റ് വെയിറ്റ്. എക്സാമ്പിൾ ഓർക്കിഡ് കേട്ടോ. ഓർക്കിഡ് ഉണ്ട്, ഗ്രാസസ്. ഓർക്കിഡിലും ഗ്രാസുകളിലൊക്കെ എക്സാമ്പിൾ അതാണ് വരുന്നത്. അടുത്ത നമുക്ക് വിങ്ഡ് സീഡ്സ്. വിങ്ഡ് സീഡ്സ് ആണ് അടുത്തത് കേട്ടോ. വിങ്ഡ് സീഡ്സ്, വിങ്സ് അതായത് ചതുരുകൾ പ്രസന്റ് ആയിരിക്കും. വിങ്ഡ് സീഡ്സ്
ചിറകുകൾ പ്രസന്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കാൻ വെച്ചാലേ നമ്മുടെ മുരിങ്ങയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടോന്ന് അറിയില്ല, സെന്ററിൽ ഒരു കായ ഉണ്ടായിരിക്കും, ചുറ്റും ഇങ്ങനെ സെറ്റകൾ പോലെ ഉണ്ടായിരിക്കും. ഞാൻ വരയ്ക്കുമ്പോൾ എത്രത്തോളം സക്സസ് ആവും എനിക്ക് അറിയില്ല. ഇങ്ങനെ സെറ്റ അങ്ങനെ മുരിങ്ങയ്ക്ക് ഉണ്ടായിരിക്കുക. അത് മുരിങ്ങയ്ക്കാണ് എക്സാമ്പിൾ. അതായത് എക്സാമ്പിൾ മുരിങ്ങയ്ക്ക ഒലിഫറ, മുരിങ്ങ ഒലിഫറ എന്നതിനെ പറയാട്ടാ. മുരിങ്ങ ഒലിഫറ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സീഡുകൾക്ക് വിങ്സ് കൊടുത്തിട്ട്, അതായത് പറക്കാനായിട്ട്, അതായത് വെയിറ്റും ടോപ്പിൽ നിന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ, അതായത് മുരിങ്ങയ്ക്ക് പൊട്ടിക്കഴിഞ്ഞാൽ കാറ്റിനൊപ്പം പറന്ന് കുറച്ചധികം ദൂരം എത്താനായിട്ട് അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? വിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് എന്ന് പറയുന്നത് വിങ് ലൈക്ക് സ്ട്രക്ചർ. ശരിക്കും ചടങ്ങല്ല കേട്ടോ, വിങ് ലൈക്ക് സ്ട്രക്ചർ. അതിന് പറഞ്ഞ പേരെന്താണ്? വിങ്ഡ് സീഡ്സ്. അടുത്തതാണ് നമ്മുടെ പാരച്യൂട്ട് സീഡ്സ് എന്ന് പറയാം. പാരച്യൂട്ട് സീഡ്സ് എന്ന് പറഞ്ഞാൽ പാരച്യൂട്ട് പോലെ അവർക്ക് പറക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പൂപ്പന്താടി ഉണ്ടായിരുന്നു. പാപ്പസ്, നമ്മുടെ മിൽക്ക് വീഡ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. പാപ്പസിന് അപ്പൂപ്പന്താടിയില്ലേ വരണേ, അപ്പൂപ്പന്താടി പറഞ്ഞാ അങ്ങനെ പറന്നടക്കല്ലേ, ഒരു പാരച്യൂട്ട് പോലെ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോകല്ലേ. അതുകൊണ്ടാണ് അവരെന്ന് പറഞ്ഞത് പാപ്പസ് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ എന്താ പറഞ്ഞ മിൽക്ക് വീഡ്, അതായത് മിൽക്ക് വീഡ്സ് എല്ലാവരും ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഒരുപാട് ചെടികളുണ്ടോ, മിൽക്ക് വീഡ്സ് ആണ് മെയിൻ എക്സാമ്പിൾ പറഞ്ഞത്. മിൽക്ക് വീഡ്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ ലൈക്ക് സ്ട്രക്ചർ ഒരുപാടുണ്ട്, ഞാൻ കുറച്ച് പറയാം. ഹെയർ ലൈക്ക് സ്ട്രക്ചർ, കോട്ടൺ ഹെയർസ് ആണ് കോട്ടന് ചുറ്റും ആ പഞ്ഞു പോകുന്ന സ്ട്രക്ചറിന്റെ ആവശ്യകത എന്താ? അവർക്ക് ഹെയർ ഉള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പറന്നു പോകാനായിട്ട് അതിന് ഉപകാരപ്പെടും. മനസ്സിലായി? ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് ഇങ്ങനെ പറന്നു പോകാനായിട്ട് ഉപകാരം. ലൈറ്റ്, അതായത് നമ്മുടെ എയറിന്റെ ഒപ്പം വായുവിന്റെ ഒപ്പം സഞ്ചരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പഞ്ഞു പോലെ സ്ട്രക്ചർ. കോട്ടൺ പഞ്ഞിണ്ടല്ലോ, പഞ്ഞിയുടെ ഉപയോഗമാണ്. അടുത്താണ് സെൻസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഴിയാണ്. സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മെയിനായിട്ട് പോപ്പി പ്ലാന്റ് പോലത്തെ പ്ലാന്റ്സ് ആണ് മെയിനായിട്ട് കാണാം. അതിന് സംഭവം എന്ന് വെച്ചാല് സെൻസേഴ്സ് കേട്ടോ. സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവിടെ നിന്ന് മാറ്റിയാണ്, വീഡിയോ ആണല്ലോ, ബാക്ക് അടിച്ച് കാണാമല്ലോ അല്ലെ. അതായത് സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു പ്ലാന്റിന്റെ ഫ്രൂട്ട് ബോഡി എന്ന് വിചാരിച്ചു. ഫ്രൂട്ട് ബോഡി ആണ് വിചാരിക്കാം. ഇവിടെയൊക്കെ ഹോളുകൾ പ്രസന്റ് ആയിരിക്കും. മനസ്സിലായോ? സംബന്ധം എന്താണെന്ന് വെച്ചാല് ഇതിൽ നിന്നിട്ട് മെച്ചൂർ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പ്ലാന്റിന്റെ ഫ്രൂട്ട് ബോഡി നിന്നിങ്ങനെ ആടും. ഇങ്ങനെ ആടുന്ന സമയത്ത് സീഡിന്റെ ഡിസ്പേഴ്സൽ സംഭവിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? സെൻസറി എന്ന് പറയുന്നത്. സെൻസേഴ്സ്, അതായത് സെൻസർ ഡിസ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഒരുപാടുണ്ട്. നമ്മുടെ മഹാഗണി ഉണ്ടല്ലോ, മഹാഗണി ഡിസ്പേഴ്സൽ എങ്ങനെയാ വരുന്നത്? മഹാഗണി ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് നമ്മളൊരു ഇങ്ങനെ കറങ്ങി പോണ സംഭവം ഉണ്ടല്ലോ അല്ലെ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുള്ള സംഭവമായിരിക്കും. ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കാം. ഇങ്ങനൊരു സാധനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ എക്സ്പാൻഡ് വരയ്ക്കുമ്പോൾ വേറെ എന്തോ പോലെ ആവുന്നുണ്ട്. എക്സ്പാൻഡ് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടാവായിരിക്കും. ഇവിടെ അതിനൊരു സംഭവം ഉണ്ടായിരിക്കും. അപ്പൊ ഹെലികോപ്റ്റർ പോലെ കറങ്ങും. ഇങ്ങനെ കറങ്ങും. അത് മഹാഗണിയുടെ മെത്തേഡാണ്, സീഡ് ഡിസ്പേഴ്സലിന്റെ മെത്തേഡാണ്. അതുപോലെ തന്നെ തുപ്പൽ വെച്ച് പൊട്ടിക്കാൻ, അതിന് നമ്മൾ പറയും ഓട്ടോ എന്ന് പറയുന്നത്. അതായത് സ്വന്തമായിട്ടും പൊട്ടിക്കുന്ന ആൾക്കാർ, അതായത് സമയമാകുമ്പോൾ സ്വയമായിട്ട് പൊട്ടിയിട്ട് പോവാം. അപ്പൊ ആ തുപ്പൽ വെച്ച് പൊട്ടിക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ഉണ്ടല്ലോ, അത് ശരിക്കും വെള്ളം വരും പൊട്ടുന്നതാണ്. അതായത് നമ്മൾ വെയിൽ സൈഡിലൊക്കെ നിൽക്കുന്ന പ്ലാന്റ്സിലാണ് അത് പ്രത്യേകമായിട്ട് കാണാം കേട്ടോ. ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ലൈറ്റ് വെയിറ്റ് ആണ് ഏറ്റവും പ്രത്യേകത വരിക. ഇങ്ങനത്തെ അനിമോഫിലി വിൻ പോപ്പുലേഷൻ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അതായത് വളരെ വെയിറ്റ് കുറേ പാടുള്ളൂ. വിങ്ഡ് സീഡ്സ് ഉണ്ട്, അത് മുരിങ്ങയ്ക്കയിലാണ് കാണുന്നത്. പാരച്യൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, എന്താ പറയുക പാപ്പസ് വെറൈറ്റി. അതായത് പാപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? പാപ്പസ് അപ്പൂപ്പന്താടിയുടെ വൈറ്റ് കളർ അപ്പൂപ്പന്താടി ഉണ്ടല്ലോ. അപ്പൂപ്പന്താടി ഇങ്ങനെ വരണേ, അപ്പൂപ്പന്താടി കാണുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രക്ചർ വരും. അവിടെ ഇങ്ങനെ ഒരുപാട് ഈ സാധനം വരുന്നല്ലോ. ഈ സംഭവം എന്ന് പറയുന്നത് എന്താണ്? ഇത് കാലിക്സ് ആണ് കേട്ടോ. കാലിക്സ് അതായത് സെപ്പലിന്റെ മോഡിഫിക്കേഷൻ ആണ്. സെപ്പലിന്റെ മോഡിഫിക്കേഷൻ പഠിച്ചത് ഇതെന്താണ്? ഇത് മോഡിഫൈഡ് സെപ്പലാണ് കേട്ടോ കാലിക്സ് എന്ന് പറയുന്നത് കേട്ടോ. പാപ്പസ് അത് ഡിസ്പേഴ്സൽ ഓഫ് സ്പീഡിന്റെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു, വിൻഡ് പോളിനേഷൻ കഴിഞ്ഞു. അടുത്താണ് ആനിമൽ പോളിനേഷൻ. ആനിമൽ പോളിനേഷൻ നമുക്ക് പഠിക്കാനാണ്. ഹുക്സ് ഉണ്ട്, പിന്നെ 3 കാര്യങ്ങളുള്ളൂ. ചില ആൾക്കാർക്ക് ഹുക്കുകൾ പ്രസന്റ് ആയിരിക്കും.
ഹുക്ക്. ചില ആൾക്കാർ സ്റ്റിക്കി ആയിരിക്കും, ചില സീഡ്സ് എഡിബിൾ ആയിരിക്കും. എഡിബിൾ മനസ്സിലായോ? ഹുക്കിന് എക്സാമ്പിൾ ആണ് ടൈഗർ നെയിൽ. സംഭവം വെച്ചാലേ ആനിമൽസിന്റെ ഇതുണ്ടല്ലോ, നമ്മുടെ ആനിമൽസ് വഴി സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്ന കാര്യം ഉണ്ടല്ലോ, അതില് ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈഗറിന്റെ നെയില് പോലെ, ക്ലോ പോലെ, ഇതാണ് നമ്മുടെ വിത്തെങ്കിൽ ഇങ്ങനെ ഒരു ഹുക്ക് പോലെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ആനിമൽസ് ഒക്കെ പോകുന്ന സമയത്ത് ഹുക്ക് പിടിച്ചിരിക്കും. നമുക്ക് ചുറ്റുമുണ്ട്, നമുക്കത് ടെക്സ്റ്റിൽ പഠിക്കാനില്ലാത്തതുകൊണ്ട് പറയാത്ത അത് ഇങ്ങനെ ഒരു വട്ടം പോലെ സാധനം നിറച്ചിങ്ങനത്തെ സ്പൈക്കുകളായിട്ട് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മേത്തൊക്കെ നിറച്ചൊട്ടി പിടിച്ചിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? വേനൽ തൂമ്പ് തട്ടിക്കളയും. അതന്നെയാണ് സൂഫിലി എന്ന് പറയുന്നത്. സൂഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസ്, നമ്മൾ ആനിമൽസ് ആണല്ലോ, ആനിമൽസ് വഴി നടക്കുന്ന എന്തൊരു സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയും, സൂഫിലി എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ സംഭവിക്കണേ? നമ്മൾ നടന്നു പോകുമ്പോഴോ ആനിമൽസ് നടന്നു പോകുമ്പോഴോ മേത്ത് എന്ത് ഒട്ടിപ്പിടിച്ചിരിക്കും, നിറച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കും, അത് പോവാ. ഇപ്പൊ നമ്മള് ഹുക്ക് എന്ന് പറഞ്ഞാല് ഹുക്ക് ശരിക്കും ടൈഗർ നെയിൽ എന്നാണ് അതിന്റെ വേറെ പേര്. അങ്ങനെ പേര് വരാൻ കാരണം എന്ന് വെച്ചാല് അതിന്റെ ടൈഗറിന്റെ നെയില് പോലെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് പിടിച്ചിരിക്കും. ഇങ്ങനെ ഹുക്കുകൾ പ്രശ്നമാണ്. അതിങ്ങനെ ലോക്ക് ചെയ്ത് ബോഡിയിൽ വെച്ചാൽ ബോഡി ഇല്ലാട്ടോ, വെറുതെ ഇങ്ങനെ ലോക്ക് ചെയ്ത് അവിടെ പിടിക്കാൻ നമ്മുടെ ഡ്രസ്സിലൊക്കെ ലോക്ക് ചെയ്ത് എടുക്കും. നമ്മുടെ എല്ലാം മെയിനായിട്ടേ ഹയേഴ്സ് അല്ല, നായ്ക്കുട്ടികളായാലും പൂച്ചക്കുട്ടികളായാലും അവരെ പോയിട്ട് നിറച്ച് രോമങ്ങളല്ലേ, ലയനായാലും അവരൊക്കെ രോമത്തിൽ ഇങ്ങനെ കുളത്തി പിടിച്ച് കിടക്കും, വേറെ സ്ഥലത്തേക്ക് പോകും. അതുപോലെ അടുത്താണ് സ്റ്റിക്കി, ഒട്ടിപ്പിടിച്ചെടുക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ഒട്ടിപ്പിടിച്ചെടുക്കുന്ന സമയത്ത് സ്ഥലത്ത് വേറെ സ്ഥലത്തേക്കും അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കും. പിന്നെ എഡിബിൾ, നമ്മുടെ വീടിന്റെ മേലടക്കം ആൽമരം വളരാൻ ചാൻസ് ഉണ്ട്. എന്താ കാരണം? ഒരുപാട് മരങ്ങൾ നമ്മുടെ വീടിന്റെ മുകളിൽ വരും. എന്താ കാരണം വെച്ചാല് ഈ പക്ഷികൾ കഴിച്ചിട്ട് അതുവഴി കാഷ്ടിക്കുന്ന സമയത്ത് അങ്ങനെയും കയറും. അപ്പൊ ഇത് എഡിബിൾ ആണെങ്കിൽ, സീഡ്സ് എഡിബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ സീഡ്സ് ആവണമെന്നില്ല കേട്ടോ, ഫ്രൂട്ട് എഡിബിൾ ആണെങ്കിൽ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആ ഒരു പക്ഷി അത് കഴിക്കും. നമ്മളത് കാഷ്ടിക്കുന്ന സമയത്ത് ആ സീഡ് ഡിസ്പേഴ്സൽ പല സ്ഥലത്തേക്ക് പോകും കേട്ടോ. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആനിമോഫിലി അല്ലെങ്കിൽ എൻഡമോഫിലി അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത് നമ്മുടെ സൂഫിലി എന്ന് പറയും. അതാണ് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലി ഭയങ്കര എളുപ്പമാണ്. ഹൈഡ്രോഫിലി എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ച് മോഡിഫിക്കേഷൻ മാത്രമേ പഠിക്കാറുള്ളൂ. തേങ്ങ എക്സാമ്പിൾ എന്താ പറയുന്നത്? ഹൈഡ്രോഫിലിക്ക് എക്സാമ്പിൾ ആണ് കോക്കനട്ട്. അതാണ് കോക്കസ് ന്യൂസിഫർ കേട്ടോ. കോക്കസ് ന്യൂസിഫർ എന്ന അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത് കോക്കനട്ട്. അതിന്റെ പ്രത്യേകത എന്താ? ചകിരിയുടെ അകത്ത് ഒരുപാട് എയർ പാർട്ടിക്കിൾസ് ഇല്ല. അതിന്റെ പ്രത്യേകത എന്താ? അതുകൊണ്ടാണ് തേങ്ങ വെള്ളത്തിൽ പൊന്തിക്കെടുക്കുന്നത്. മനസ്സിലായോ? ഒരുപാട് എയർസ്, അതായത് നമ്മുടെ അതിന്റെ ഫൈബേഴ്സും നമ്മുടെ സ്ക്ലിറിറ്റ്സ് ഫൈബേഴ്സും, അതായത് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് സെൻട്രലെസ് എൻഡോകാർപ്പ് നമ്മുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്, എൻഡോസ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ്? ഇത് എപ്പികാർപ്പാണ്, ഇത് മീസോകാർപ്പാണ്, ഇത് എൻഡോകാർപ്പ് അല്ലേ. മീസോകാർപ്പിൽ നിറച്ച് ഇങ്ങനത്തെ ഗ്യാപ്പുകൾ പ്രസന്റ് അല്ലേ. ഈ ഗ്യാപ്പുകൾ ഉള്ളത് കൊണ്ട് ഇതെന്ത് ചെയ്യും? എയറിൽ ഇങ്ങനെ നമ്മുടെ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. അത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ഇന്നത്തെ കഴിയാണ്. നമ്മൾ ഇതെന്ന് പഠിച്ചേ, ഇത് 3 തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ഇതെന്താണ്? നമ്മുടെ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ സീഡിന് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എങ്ങനെയൊക്കെ വരണേ? ആനിമോഫിലി ഉണ്ട്, വിൻഡ് പോളിനേഷൻ വരുന്നുണ്ട്, എൻഡമോഫിലി അല്ലെങ്കിൽ സൂഫിലി ഉണ്ട്, ആനിമൽ പോളിനേഷൻ വരുന്നുണ്ട്, ഹൈഡ്രോഫിലി ഉണ്ട്, വെള്ളം വഴി അതിന്റെ പോളിനേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ എന്താ ചെയ്യാ? മനസ്സിലാക്കി വെക്കുക. ഒപ്പം തന്നെ ഓട്ടോഫിലി എന്ന് പറയും. ഞാൻ ആ തുപ്പ വെച്ച് പൊട്ടിക്കുന്ന സംഭവം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സ്വയം പൊട്ടിയിട്ട് സ്പ്രെഡ് ചെയ്ത് പോവാം. അവരെ നമ്മൾ ഓട്ടോഫിലി എന്ന് പറയട്ടോ. ഓട്ടോഫിലി എന്താണ്? സ്വയം പൊട്ടിയിട്ട് പല സ്ഥലത്തേക്ക് സ്പ്രെഡ് ആയി പോവാം. അപ്പൊ നമ്മുടെ ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെ ആയിരുന്നു? നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ആദ്യം തന്നെ നമ്മള് പ്ലാസന്റേഷൻ പഠിച്ചു. ഒന്നും കൂടി വീഴുന്ന റിവൈസ് ചെയ്ത് നോക്കണം. എന്താണ് പ്ലാസന്റേഷനെ പല ടൈപ്പുകളെ കുറിച്ച് പഠിച്ചു. ഇൻഫ്ലോറസൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ടിനെ കുറിച്ച് പഠിച്ചു. സീഡിന്റെ ടൈപ്പ്, മോണോകോട്ട്, ഡൈക്കോട്ട്, അതുപോലെ തന്നെ സീഡ് കോട്ടനെ കുറിച്ച് പഠിച്ചു. ഫ്രൂട്ടിന്റെ പല ഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? പിന്നെ ഫ്രൂട്ട് പല ടൈപ്പ് ഉണ്ട് അല്ലെ. സിമ്പിൾ ഫ്രൂട്ട് ഉണ്ട്, അഗ്രിഗേറ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നും എന്നും കൂടി റിവൈസ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മുടെ ലൈഫിൽ ചുറ്റും കാണുന്ന കാര്യം മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? ഒന്നൊക്കെ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ചെടികൾ കാണുമ്പോൾ അതിന്റെ ലീഫ് നോക്കുക. അതുപോലെ തന്നെ
വിത്തുകൾ കാണുമ്പോൾ ഇനി നമ്മളിപ്പോ സവാള കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ സ്റ്റെം മോഡിഫിക്കേഷനും ലീഫ് മോഡിഫിക്കേഷനും നോക്കുക. അതുപോലെ ഇനി നാരങ്ങ പിഴിയുമ്പോ ഇതൊരു മൾട്ടി കാർപ്പലറി ആണ്, സിങ്കാർപ്പസ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ആത്തച്ചക്ക കഴിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കുക, അത് മൾട്ടി കാർപ്പലറി ആണ്, ഒപ്പം തന്നെ എന്താണ് എപ്പോകാർപ്പസ് ആണെന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് ചിന്തിക്കാനും ലൈഫിൽ നമ്മൾ ചുറ്റുള്ള ജീവനെ കുറച്ചും കൂടി അറിയാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.